عليكم. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدًا رسول الله. أشهد أن محمدًا رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي على الفلاح. الله أكبر. الله أكبر. لا إله إلا الله. السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين.
المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين وقل لعبادي يقولوا التي هي أحسن إن الشيطان ينزغ بينهم إن الشيطان كان للإنسان عدوا مبينا. इस आयत का तर्जुमा है कि और तू मेरे बंदों से कह ഈ വചനത്തിന്റെ അർത്ഥം ഇപ്രകാരമാകുന്നു: എന്റെ ദാസരോട് പറയുക, അവർ ഏറ്റവും ഉത്തമമായത് പറയട്ടെ. തീർച്ചയായും പിശാച് അവർക്കിടയിൽ കുഴപ്പം സൃഷ്ടിക്കും. നിശ്ചയമായും പിശാച് മനുഷ്യന്റെ പ്രത്യക്ഷ ശത്രുവാകുന്നു. ഈ വചനത്തിൽ അല്ലാഹു തന്റെ ദാസർക്ക് നൽകിയിരിക്കുന്ന സന്ദേശം നിങ്ങൾ കേട്ടുകഴിഞ്ഞു. ആദ്യം പറയുന്നത് ഏറ്റവും ഉത്തമമായത് പറയുക എന്നാണ്. അല്ലാഹുവിന്റെ പക്കൽ ഉത്തമമായതിനെയാണ് ഉത്തമമെന്ന് പറയുക. അല്ലാഹു ഇവിടെ ഇബാദി, എന്റെ ദാസരെ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്റെ ദാസർ അല്ലെങ്കിൽ എന്റെ ദാസരാകുന്നതിനുള്ള അന്വേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ സ്വന്തം ഇച്ഛകളെ ഉപേക്ഷിച്ചുകൊണ്ട് എന്റെ ഇച്ഛകളെ അന്വേഷിക്കേണ്ടതാണ്. ഞാൻ ഇഷ്ടപ്പെടുന്ന നന്മകളെയും സൽപ്രവൃത്തികളെയും അന്വേഷിക്കേണ്ടതാണ്. ഇതിന്റെ കൂടുതൽ വിശദീകരണം അല്ലാഹു സൂറ അൽ ബഖറയിൽ നൽകിയിട്ടുണ്ട്. പറയുന്നു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി ഫൽയസ്തജീബൂ ലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. അല്ലയോ റസൂൽ, എന്നെ സംബന്ധിച്ച് എന്റെ ദാസർ നിന്നോട് ചോദിക്കുന്ന പക്ഷം പറയുക, നിശ്ചയമായും ഞാൻ സമീപസ്ഥനാകുന്നു. എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവന്റെ പ്രാർത്ഥനയെ കേൾക്കുന്നു. അതിനാൽ അവർ എന്റെ വിളിക്ക് ഉത്തരം നൽകുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യട്ടെ, അവർ സന്മാർഗം പ്രാപിക്കുന്നതിനു വേണ്ടി. ഹദ്റത്ത് മസീഹി മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇബാദി, അതായത് എന്റെ ദാസര് എന്നതിന് കൂടുതൽ വിശദീകരണം നൽകിക്കൊണ്ട് പറയുന്നത്, അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുന്നവരാണ് ഇബാദി എന്നതിൽ ഉൾപ്പെടുന്നതെന്നാണ്. ഇബാദി എന്നതിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാരണത്താൽ അള്ളാഹുവിന്റെ സമീപസ്ഥരുമാണ്. വിശ്വസിക്കാത്തവർ അള്ളാഹുവിൽ നിന്നും വിദൂരത്താണ്. അള്ളാഹു പറയുന്നു, യഥാർത്ഥ ദാസരാകുന്നതിനായി എന്റെ എല്ലാ കൽപ്പനകളെയും പാലിക്കേണ്ടതാണ്. തങ്ങളുടെ വിശ്വാസത്തെ ബലപ്പെടുത്തേണ്ടതാണ്. ഈ ഒരവസ്ഥ സംജാതമാകുമ്പോൾ സർവ്വ നന്മകളും കരസ്ഥമാക്കുന്നവരായി മാറുന്നതാണ്. ദുആകൾ സ്വീകരിക്കപ്പെടുന്നതാണ്. എന്റെ ദാസർ എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന് അള്ളാഹു പറയുമ്പോൾ നിശ്ചയമായും നമ്മുടെ വിശ്വാസങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തേണ്ടി വരുന്നതാണ്. അള്ളാഹുവിനോടുള്ള കടമകളെ അന്വേഷിക്കേണ്ടി വരുന്നതാണ്. അള്ളാഹുവിന്റെ ദൃഷ്ടിയിലും ഉത്തമവും നല്ലതും മനോഹരവുമായ നിലയിൽ തങ്ങളുടെ കർമ്മങ്ങളെ രൂപപ്പെടുത്തേണ്ടി വരുന്നതാണ്. കർമ്മങ്ങളും വാക്കുകളും വിരുദ്ധമാകാൻ പാടില്ല.
കർമ്മങ്ങളും വാക്കുകളും വിരുദ്ധമാകാൻ പാടില്ല. കർമ്മങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമാകുകയും लेकिन എന്നാൽ सीयत पर അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകളെ സംബന്ധിച്ച് മറ്റുള്ളവരെ ഉപദേശിക്കുകയും ചെയ്യുകയാണെങ്കിൽ अल्लाह ताला ने ऐसे कौल और फेल की ज़ात को അള്ളാഹു അത്തരത്തിലുള്ള കർമ്മങ്ങളിലെയും വാക്കുകളിലെയും വൈരുദ്ധ്യത്തെ പാപമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. कि या अय्युहा അള്ളാഹു പറയുന്നു, लिमा तो യാ അയ്യുഹല്ലദീന ആമനു ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ. क्यों कहते हो വിശ്വാസികളെ, നിങ്ങൾ പ്രവർത്തിക്കാത്തത് നിങ്ങൾ എന്തിനു പറയുന്നു? मक्तन इंदल्लाहि अन तक़ूलू मा ला तफ़अलून. കബുറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലു മാ ലാ തഫ്അലൂൻ. നിങ്ങൾ പ്രവർത്തിക്കാത്തത് നിങ്ങൾ പറയുക എന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ വലിയ പാപമാകുന്നു. उठा दें जरा यहाँ से. किसने रखा है ये? ഇതിവിടുന്ന് മാറ്റുക. उठा दें. ആരാണ് ഇവിടെ വെച്ചത്? आगे कर दें इसको. ഇതിവിടുന്ന് എടുക്കുക. बस कौल और फेल का तज़ाद ചുരുക്കത്തിൽ अल्लाह ताला को പ്രവൃത്തിയിലും വാക്കുകളിലുമുള്ള വൈരുദ്ധ്യം അള്ളാഹു തീരെ ഇഷ്ടപ്പെടുന്നില്ല. एक तरफ ईमान का दावा അത് പാപമാകുന്നു. और ഒരു ഭാഗത്ത് വിശ്വാസിയെന്ന് വാദിക്കുന്നു, ये दो रंगी മറുഭാഗത്ത് दोनों जमा नहीं हो सकते. ഇരട്ടത്താപ്പും. ഇത് രണ്ടും യോജിക്കുന്നതല്ല. मसीह मौद अलैहिस्सलाम फरमाते हैं ഹദരത്ത് മസീഹി മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, याद कर लो നിങ്ങൾ എന്റെ വാക്കുകൾ കേട്ടുകൊള്ളുക, गुफ्तगू നല്ലതുപോലെ ഓർത്തുകൊള്ളുക. से ना हो और अमली ताकत उसमें ना हो മനുഷ്യന്റെ സംസാരം സത്യഹൃദയത്തോടു കൂടിയതല്ല എങ്കിൽ, പ്രവർത്തന മാതൃക അതോടൊപ്പം ഇല്ല എങ്കിൽ അത് സ്വാധീനം ചെലുത്തുന്നതല്ല. और जो गुफ्तगू कर रहा है उसका अमल भी उसके मुताबिक हो. अगर नहीं സംസാരം സത്യമല്ല എങ്കിൽ, സംസാരത്തിന് അനുഗുണമായ കർമ്മങ്ങളിലായെങ്കിൽ അത് ഗുണകാരിയാകുകയില്ല. बस यकूलुल्लती है आसन ये है ചുരുക്കത്തിൽ कहो യഖൂലുല്ലത്തി ഹിയ അഹ്സൻ എന്നതിന്റെ അർത്ഥം ഉത്തമമായത് പറയുക എന്നാണ്. बल्कि ഏതെങ്കിലും മനുഷ്യന്റെ നിർവചനമനുസരിച്ച് ഉത്തമമായതല്ല, മറിച്ച് അള്ളാഹുവിന്റെ നിർവചനമനുസരിച്ച് ഉത്തമമായതായിരിക്കണം. നന്മയെ और बुराइयों से रोक പ്രചരിപ്പിക്കുന്നതായിരിക്കണം. हर इंसान തിന്മകളെ തടയുന്നതായിരിക്കണം. की तारीफ करके ये नहीं कह सकता എല്ലാ മനുഷ്യർക്കും തന്റെ ഇഷ്ടത്തെ പ്രശംസിച്ചുകൊണ്ട്, इसलिए वो मोमिन നിർവചനം നൽകിക്കൊണ്ട് വാക്കുകളിലും കർമ്മങ്ങളിലും വൈരുദ്ധ്യമില്ല എന്ന് പറയാൻ സാധിക്കുന്നതല്ല. कि मैं शराब ഒരു മദ്യപാനി ഞാൻ മദ്യം കഴിക്കുന്നുണ്ട്, और तुम भी നിങ്ങളും കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് जो मैं कहता हूँ वो करता हूँ तो ये नेकी नहीं है. ഞാൻ പ്രവർത്തിക്കുന്നതേ പറയുന്നുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ അത് നന്മയല്ല, ഉത്തമവുമല്ല, यहाँ इस मुआशरे മറിച്ച് പാപമാകുന്നു. हम देख നമ്മുടെ ഈ സമൂഹത്തിൽ आजादी के नाम पर നാം സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ बेहयाइयां എത്രത്തോളം നീചകർമ്മങ്ങളാണ് ചെയ്തു കൂട്ടുന്നതെന്ന് നാം കാണുന്നുണ്ട്. खुलेआम की जाती हैं പരസ്യമായിട്ടാണ് പ്രദർശിപ്പിക്കപ്പെടുന്നത്. और अखबारों में ടിവിയിലും ഇന്റർനെറ്റിലും इश्तिहार പത്രങ്ങളിലും ഈ നീചകർമ്മങ്ങളെ സംബന്ധിച്ചുള്ള പരസ്യങ്ങളും നൽകപ്പെടുന്നു. ड्रेस शो के नाम पर ഫാഷൻ പ്രദർശനത്തിന്റെയും किए जाते हैं. വസ്ത്ര പ്രദർശനത്തിന്റെയും പേരിൽ നഗ്ന വസ്ത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നു. तो बेशक ऐसे लोगों के कॉल और फेल അങ്ങനെയുള്ളവരുടെ വാക്കുകളും പ്രവർത്തികളും अल्लाह के नजदीक ഒന്നായിരിക്കാം, मकरूह और गुनाह है. പക്ഷേ അള്ളാഹുവിന്റെ പക്കൽ ഇത് വെറുക്കപ്പെട്ടതും പാപവുമാകുന്നു. खिलाफ है. അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് बस बात വിരുദ്ധവുമാകുന്നു. लोग और नौजवान ऐसे लोगों से मुतासर हो जाते हैं. ചില ആളുകൾ, പ്രത്യേകിച്ച് യുവാക്കൾ, ഇത്തരക്കാരിൽ പ്രഭാവിതരാകുന്നു. आदमी है അവർ कुछ जाहिर में है ശുദ്ധരാണെന്ന് ധരിക്കുന്നു. अंदर में അവർ പുറത്തു കാണിക്കുന്നത് തന്നെയാണ് भी नहीं है. ഉള്ളിലുള്ളതെന്നും വാക്കിലും പ്രവൃത്തിയിലും വൈരുദ്ധ്യം കാണിക്കാത്തവരാണെന്നും വിശ്വസിക്കുന്നു. ये दो रंगी ना होना അത്തരക്കാർ ഓർത്തുകൊള്ളുക, ഈ വൈരുദ്ധ്യമില്ലായ്മ നന്മയല്ല, मार देना है. മറിച്ച് ലജ്ജയില്ലായ്മയെ പ്രചരിപ്പിക്കലാകുന്നു. बस इस मुआशरे में അള്ളാഹുവിൽ നിന്നും വിദൂരത്തുമാണ്. അതിനാൽ ഈ സമൂഹത്തിൽ വസിക്കുന്ന യുവാക്കളും പുരുഷന്മാരും സ്ത്രീകളും करनी चाहिए. ഇത്തരത്തിലുള്ള സമൂഹത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ അങ്ങേയറ്റം പരിശ്രമിക്കേണ്ടതാണ്. उससे हमेशा അള്ളാഹുവിന്റെ സവിധത്തിൽ കുമ്പിട്ടുകൊണ്ട് എപ്പോഴും അവനോട് दुआ करनी എഹ്ദിന സിറാത്തൽ മുസ്തഖീമിൽ മുന്നോട്ട് പോകുന്നതിനുള്ള ദുആ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. चाहिए. പിശാചിൽ നിന്നും രക്ഷ നേടുന്നതിനുള്ള ദുആ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. तवक्कुआत रखता है അള്ളാഹു ഒരു വിശ്വാസിയിൽ നിന്നും
എന്താണ് പ്രതീക്ഷിക്കുന്നത്, എന്തിനെല്ലാമുള്ള കൽപ്പനകളാണ് നൽകിയിരിക്കുന്നത് എന്നന്വേഷിക്കേണ്ടതാണ്. उन आसान चीजों की तलाश करने की कोशिश അള്ളാഹു തന്റെ ദാസരുടെ മേൽ കാരുണ്യം വർഷിച്ചുകൊണ്ട് ताला അവർക്ക് തന്റെ करते हुए സാമീപ്യത്തിന്റെ कुर्ब की निशानदही फरमाता है। അടയാളം നൽകുന്നതിന് കാരണമാകുന്ന തന്റെ തൃപ്തിയുടെ മാർഗം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന नेकियों ദാസരുടെ നന്മയിൽ സംപ്രീതനായിക്കൊണ്ട് और कौल को അവരുടെ വാക്കിലെയും പ്രവൃത്തിയിലെയും സാമ്യത കാരണത്താൽ ദാസരെ പ്രതിഫലത്തിന് അർഹരാക്കുന്ന सवाब का मुस्तहिक बनाता ആ ഉത്തമമായ കാര്യങ്ങളെ അന്വേഷിക്കുകയും है। बातों की तलाश के लिए അതിനായി പരിശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. इनको ഇവയെ അന്വേഷിക്കുന്നതിനായി ഒരു വിശ്വാസിക്ക് तलाश करनी चाहिए ताकि आसन और गैर അള്ളാഹുവിന്റെ കൽപ്പനകളെ അന്വേഷിക്കേണ്ടതുണ്ട്. मालूम हो, അപ്പോഴേ ഉത്തമമായതും അല്ലാത്തതും തമ്മിലുള്ള വ്യതിരിക്തത മനസ്സിലാവുകയുള്ളൂ, उनकी हकीकत मालूम हो और उन लोगों में അവന്റെ യാഥാർത്ഥ്യം മനസ്സിലാവുകയുള്ളൂ. जिनको खुदा ताला ने इबादी कहकर पुकारा है। അപ്പോൾ മാത്രമേ അള്ളാഹു ഇബാദി എന്ന് വിളിച്ചവരുടെ ഗണത്തിൽ ഉൾപ്പെടുകയുള്ളൂ. അങ്ങനെയുള്ളവരുടെ ദ്വാകൾ उन्हें नवीद और बिशारत സ്വീകരിക്കപ്പെടുന്നതാണെന്ന हम अहमदियों पर സുവാർത്തയും നൽകിയിരിക്കുന്നു. मानने में ये बहुत बड़ी जिम्मेदारी ഇക്കാലഘട്ടത്തിൽ അഹമ്മദികളായ നമ്മിൽ ഇത് വളരെ വലിയൊരു ഉത്തരവാദിത്തമാണ്. जमाने के इमाम को मानना है। കാരണം നാം ये अहद किया है കാലഘട്ടത്തിന്റെ ഇമാമിനെ വിശ്വസിച്ചിരിക്കുന്നു. कौल और फेल में നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും और हर സാദൃശ്യം സ്ഥാപിക്കുന്നതാണെന്നും അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ और इसके लिए हर कोशिश करेंगे जो अल्लाह ताला ഉത്തമമായതിനായി नज़दीक आसन है। എല്ലാ പരിശ്രമവും ചെയ്യുന്നതാണെന്നും कौल और फेल में ശപഥം ചെയ്തിരിക്കുന്നു. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ताला के बताए സമാനത ഉണ്ടാകുന്നതാണ്. आसन बातों के लिए അള്ളാഹു പറഞ്ഞിട്ടുള്ള ഉത്തമ കാര്യങ്ങൾക്കായി रुजू करेंगे। വിശുദ്ധ ഖുർആനിലേക്ക് തിരിയുന്നതാണ് हुक्म दिए गए हैं। എന്നും ശപഥം ചെയ്തിരിക്കുന്നു. आसन നൂറുകണക്കിന് കൽപ്പനകളുണ്ട് ഖുർആനിൽ. किया गया है। ഉത്തമവും മോശമായതും തമ്മിലുള്ള വ്യതിരിക്തത സ്പഷ്ടമാക്കപ്പെട്ടിരിക്കുന്നു. तो अल्लाह ताला की कुर्ब की राहों के ഇന്നത് ചെയ്യുകയാണെങ്കിൽ वाले बन जाओ ദൈവ സാമീപ്യത്തിന്റെ മാർഗങ്ങൾ കരസ്ഥമാകുന്നതാണ്. तो खुदा ताला की नाराजगी की ഇന്നത് ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമാകുന്നതാണെന്നും പറഞ്ഞിരിക്കുന്നു. इस वक्त मैं यहाँ ചില കാര്യങ്ങളെ സംബന്ധിച്ച് शानदही करता हूँ। ഞാനിപ്പോൾ मसलन अल्लाह ताला फरमाता है സൂചിപ്പിക്കുകയാണ്. मुसलमानों को मुखातिब करके ഉദാഹരണമായി അള്ളാഹു മുസ്ലിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നു, उखरिजत लिन्नास കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി हौना अनिल मुनकर തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹി. यानी तुम सबसे बेहतर जमात हो മനുഷ്യവംശത്തിന്റെ നന്മക്കായി എഴുന്നേൽപ്പിക്കപ്പെട്ട ഏറ്റവും ഉത്കൃഷ്ട സമുദായമാണ് നിങ്ങൾ. और बदी से रोकते നിങ്ങൾ നല്ല കാര്യങ്ങൾ നിർദ്ദേശിക്കുകയും अल्लाह पर ईमान ചീത്ത കാര്യങ്ങൾ വിരോധിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. अल्लाह ताला ने अपने बंदों या इबादुर रहमान അള്ളാഹു തന്റെ ദാസരെ करने वालों की जमात അല്ലെങ്കിൽ ഇബാദുർ റഹ്മാന്റെ സ്ഥാനം കരസ്ഥമാക്കിയ ജമാഅത്തിനെ बेहतर जमात ഇവിടെ എല്ലാ മനുഷ്യരെക്കാളും ഉത്തമ സമുദായമായിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. इसलिए അതിനു കാരണം ഇതാണ്, तरीके के मुताबिक അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് कौल और फेल में ഉത്തമമായതിനെ कायम किया हुआ തങ്ങളുടെ വാക്കുകളാലും പ്രവൃത്തികളാലും इसलिए സ്ഥാപിച്ചിരിക്കുന്നു. कि नेकी की हिदायत करते हैं നന്മകൾ ഉപദേശിക്കുന്നു. ख्वाहिशात के पीछे चलने के बजाय മനുഷ്യ താൽപര്യങ്ങളെ അനുഗമിക്കുന്നതിനും की दिल പകരമായി करते हैं അള്ളാഹു തന്റെ സാമീപ്യ പ്രാപ്തിക്കായി നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഉപദേശിക്കുന്നു. फरमाया कि तुम लोग इसलिए बेहतर हो खैर പറയുന്നു, നിങ്ങൾ തിന്മയെ തടയുന്നത് കാരണം ഉത്തമ സമുദായമാകുന്നു. हर बुराई और गुनाह से आप भी रुकते हो എല്ലാ തെറ്റുകളിൽ നിന്നും തിന്മകളിൽ നിന്നും സ്വയം അകന്നു നിൽക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെ അതിൽ നിന്നും തടയുന്നതിനായി ഉപദേശിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിന്റെ ക്രോധത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി. हमारा കൂടാതെ അള്ളാഹുവിലുള്ള നിങ്ങളുടെ വിശ്വാസം इसलिए तुम खैर उम्मत हो ശക്തിമത്തായതാണ്. तुम इस यकीन അക്കാരണത്താൽ നിങ്ങൾ ശ്രേഷ്ഠ സമുദായമാകുന്നു. से खुदा ताला അള്ളാഹു തന്റെ എല്ലാ വാക്കുകളെയും കർമ്മങ്ങളെയും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ദൃഢവിശ്വാസത്തിൽ तुम इस നിങ്ങൾ നിലകൊള്ളുന്നു. हो
ഭൗതിക ലോകത്തിലെ താൽക്കാലിക നാഥൻ തന്റെ എല്ലാ ആവശ്യങ്ങളും പൂർത്തിയാക്കി തരുന്നതല്ല, മറിച്ച് സർവലോക പരിപാലകനായ അള്ളാഹുവാണ് എന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി തരുന്നതും എന്റെ അർത്ഥനകളെ കേൾക്കുന്നതും എന്ന വിശ്വാസത്തിൽ നിങ്ങൾ നിലകൊള്ളുന്നു. പിന്നീട് ഇക്കാര്യം ലോകത്തോടും വിളിച്ചു പറയുക. നിങ്ങളുടെ നിലനിൽപ്പ് അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കുന്നതിലും അവന്റെ കൽപ്പനകളെ പ്രാവർത്തികമാക്കുകയും അതനുസരിച്ച് മുന്നോട്ട് നീങ്ങുന്നതിലുമാണ്, ഭൗതിക സുഖാഡംബരങ്ങളിലും സൗകര്യങ്ങളിലുമല്ല. പിന്നീട് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഈ ഉത്തമ കാര്യങ്ങളെ സംബന്ധിച്ചും നന്മയും തിന്മയും സംബന്ധിച്ചും കൂടുതൽ വിശദീകരണം നൽകിയിട്ടുണ്ട്. ഉദാഹരണമായി അള്ളാഹു പറയുന്നു, വല്ലസീന ലാ യശ്ഹദൂന സൂറ വൈസാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമ. അള്ളാഹുവിന്റെ ദാസർ കള്ളസാക്ഷി പറയാത്തവരാണ്. വ്യർത്ഥമായ കാര്യങ്ങളുടെ അരികിലൂടെ അവർ നടന്നു പോകുമ്പോൾ മാന്യന്മാരായി അവർ അതിൽ പ്രവേശിക്കാതെ കടന്നു പോകുന്നതാണ്. ഇവിടെ രണ്ട് കാര്യങ്ങളിൽ നിന്നാണ് തടയപ്പെട്ടിരിക്കുന്നത്. ഒന്ന് കളവിൽ നിന്നും, മറ്റൊന്ന് വ്യർത്ഥമായ കാര്യങ്ങളിൽ നിന്നും. അതായത് കള്ളസാക്ഷ്യം പറയരുത്. എന്ത് അവസ്ഥ തന്നെ സംജാതമായാലും കള്ളസാക്ഷ്യം പറയരുത്. മറ്റൊരു സ്ഥലത്ത് പറയുന്നു, നിങ്ങളുടെ സാക്ഷ്യത്തിന്റെ നിലവാരം എത്രമായിരിക്കണമെന്നാൽ തനിക്കെതിരിലോ തന്റെ മാതാപിതാക്കൾക്കെതിരിലോ അല്ലെങ്കിൽ തന്റെ ഏതെങ്കിലും പ്രിയ ബന്ധുവിനെതിരെയോ തന്നെ സാക്ഷ്യം പറയേണ്ടി വന്നാലും പറയേണ്ടതാണ്. സത്യത്തെ സ്ഥാപിക്കുന്നതിനുള്ള നിലവാരമാണിത്. ഈ നിലവാരം സ്ഥാപിതമാകുമ്പോഴാണ് അള്ളാഹു ഉത്തമം എന്ന് വിശേഷിപ്പിച്ച ഉത്തമ കാര്യങ്ങളിൽ ഗണിക്കപ്പെടുകയുള്ളൂ. തൽഫലമായി മനുഷ്യൻ അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നവനായി മാറുന്നു. നന്മകളിൽ കൂടുതൽ പുരോഗതി ഉണ്ടാകുന്നു. അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസരിൽ ഉൾപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് അള്ളാഹു സത്യത്തെ സംബന്ധിച്ച് വീണ്ടും പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ. വിശ്വസിച്ചവരെ, അള്ളാഹുവിനെ ഭയപ്പെടുക, ചൊവ്വായ വാക്ക് പറയുക, സത്യവും ശുദ്ധവും നേരായതുമായ വാക്ക് പറയുക. അള്ളാഹു സ്വായത്തമാക്കുവാനും പ്രചരിപ്പിക്കുവാനും കൽപ്പന നൽകുന്ന സത്യത്തിന്റെ നിലവാരമിതാണ്. എന്നാൽ നാം ആത്മപരിശോധന നടത്തുകയാണെങ്കിൽ സത്യത്തിന്റെ ഈ നിലവാരം കാണാൻ സാധിക്കില്ല. ഓരോ ചുവടിലും മനുഷ്യാഭിലാഷമുണ്ട്. ആവശ്യ സന്ദർഭത്തിൽ നമ്മിൽ എത്ര പേർ നമുക്കെതിരിൽ, തന്റെ മാതാപിതാക്കൾക്കെതിരിൽ അല്ലെങ്കിൽ തന്റെ പ്രിയജനങ്ങൾക്കെതിരിൽ സാക്ഷ്യം പറയാൻ തയ്യാറാകുമെന്ന് വിശകലനം ചെയ്തു നോക്കുക. കൂടാതെ നിത്യവുമുള്ള സംസാരങ്ങളും വ്യാപാര വ്യവഹാരങ്ങളും തുടങ്ങിയവ സർവ്വവിധത്തിലുള്ള കാപഢ്യങ്ങളിൽ നിന്നും മുക്തമാകുന്ന നിലവാരം സ്ഥാപിക്കുക. എവിടെയെങ്കിലും ഒന്നുകിൽ വ്യക്തി താൽപര്യം തടസ്സം നിൽക്കും, അല്ലെങ്കിൽ ബന്ധു താൽപര്യം തടസ്സം വരുന്നു, അല്ലെങ്കിൽ അഹംഭാവം തടസ്സം നിൽക്കുന്നു. തെറ്റ് അംഗീകരിക്കാൻ അവർ തയ്യാറാകുകയുമില്ല. സ്വയം രക്ഷപ്പെടുന്നതിനായിട്ടും ലക്ഷ്യപ്രാപ്തിക്കായിട്ടും ഇക്കാര്യങ്ങൾക്ക് പല മാനങ്ങളും നൽകുന്നു. ചൊവ്വായ വാക്കിന്റെ നിലവാരം അള്ളാഹുവിന്റെ ഉത്തമ കൽപ്പനകളിൽപ്പെട്ട ഒന്നാകുന്നു. യാതൊരു വളച്ചുകെട്ടുമില്ലാത്ത സത്യമാണ് അള്ളാഹുവിന് ഇഷ്ടം എന്ന് പറയാവുന്നതാണ്. ഈ കൽപ്പനയെ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടുകലഹങ്ങൾ തുടങ്ങി മറ്റ് സാമൂഹിക കലഹങ്ങൾ പോലും ഇല്ലാതാകുന്നതാണ്. കോടതികളിൽ നമുക്ക് പോകേണ്ട ആവശ്യം വരില്ല, നമുക്ക് ഖദായിൽ പോകേണ്ട ആവശ്യവും വരില്ല.
അനുരഞ്ജനത്തിന്റെ അന്തരീക്ഷം എല്ലായിടത്തും സംജാതമാകുന്നു. सच्चाई के അടുത്ത തലമുറകളിൽ പോലും बंद हो जाए, സത്യത്തിന്റെ നിലവാരം ഉന്നതമായിരിക്കും. सच्चाई के मयार के हसूल की नसीहत के साथ मजीद तक തുടർന്ന് സത്യത്തിന്റെ നിലവാരം കരസ്ഥമാക്കുന്നതിന്റെ അടിസ്ഥാന തത്വത്തോടൊപ്പം കൂടുതൽ താക്കീത് നൽകിക്കൊണ്ട് പറയുന്നു, सच्चाई की बातें ना हो, സത്യമല്ലാത്തത് സംസാരിക്കുന്ന നീചവും മ്ലേച്ഛവുമായ സംസാരങ്ങൾ നടക്കുന്ന जहां സദസ്സുകളിൽ നിന്നും ഉടൻ എഴുന്നേറ്റ് പോകേണ്ടതാണ്. അള്ളാഹുവിന്റെ അധ്യാപനങ്ങൾക്കെതിരായുള്ള ചർച്ചകൾ നടക്കുന്ന സദസ്സുകളിൽ പങ്കുചേരരുത്. ये घटिया और लघु बातें इस जमाने में നീചവും മ്ലേച്ഛവുമായ സദസ്സുകൾ ഇക്കാലഘട്ടങ്ങളിൽ में या अपनी ചിലപ്പോൾ होती है, അജ്ഞത കാരണത്താൽ വീടുകളിലും നമ്മുടെ സദസ്സുകളിലും ഉണ്ടാകുന്നു. खिलाफ बात होती है, സംവിധാനത്തിനെതിരായി ചർച്ചകൾ ഉണ്ടാകുന്നു. आते हैं, പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഭാരവാഹികൾക്കെതിരായുള്ള കാര്യമാണെങ്കിൽ उस पर इस्लाह नहीं हो रही തീരുമാനമാകുന്നില്ലെങ്കിൽ कि जब अब അത് എന്നിലേക്ക് എത്തിക്കുക. तो लघु बात എന്നാൽ സദസ്സുകളിൽ ഇരുന്ന് നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അത് വ്യർത്ഥമായ കാര്യമായി മാറുന്നു. അതുമൂലം സംസ്കരണം ഉണ്ടാവുന്നില്ല. फिर इस जमाने में പകരം വഴക്കും കലഹവും കൂടുതലായി ഉടലെടുക്കുന്നു. പിന്നീട് इंटरनेट ഈ കാലഘട്ടത്തിൽ ടിവിയിൽ അശ്ലീല ഫിലിമുകളും ഇന്റർനെറ്റിൽ വളരെയധികം മ്ലേച്ഛവും അശ്ലീലവുമായ ഫിലിമുകളും से गाने നൃത്തങ്ങളും പാട്ടുകളുമുണ്ട്. जिनमें देवी देवताओं ദേവി ദേവതകളുടെ പേരിൽ അർത്ഥിക്കുന്ന പാട്ടുകളുമുണ്ട്. इंडियन फिल्मों में ചില ഇന്ത്യൻ ഫിലിമുകളിൽ जारी होती है, जिससे एक അല്ലെങ്കിൽ അവയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ളതായിരിക്കും. सबसे बड़े തൽഫലമായി की नफी हो रही होती है, ഏകനും या ഏറ്റവും വലിയവനും സർവശക്തനുമായ ദൈവത്തെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. कि देवी देवता അല്ലെങ്കിൽ बुत जो ഈ ദേവി ദേവതകൾ नजरिया हैं, അല്ലെങ്കിൽ വിഗ്രഹം ये भी लघुयात हैं, शिरक हैं, ദൈവത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള മാർഗങ്ങളാണെന്ന പരാമർശമായിരിക്കും. ഇത് വ്യർത്ഥമായ കാര്യങ്ങളാണ്, ഷിർക്കാണ്. ഷിർക്കും കളവും ഒന്നു തന്നെയാണ്. അത്തരത്തിലുള്ള പാട്ടുകളും കേൾക്കരുത്. फेसबुक है, പിന്നീട് ट्विटर है या चैटिंग കമ്പ്യൂട്ടർ തുടങ്ങിയവയിലുള്ള वगैरह पर ഫേസ്ബുക്കും ട്വിറ്ററും ചാറ്റിംഗും തുടങ്ങിയവയാണ്. അവയിലും സദസ്സുകൾ സംഘടിപ്പിക്കുന്നു. हो रही होती हैं, അതിൽ അത്യന്തം അസഭ്യവും നഗ്നവുമായ കാര്യങ്ങൾ ഉണ്ടാകുന്നു. തൽഫലമായി പരസ്പരം വഴക്കുണ്ടാകുന്നു. क्या क्या बातें हो रही थी, പിന്നീട് ചില യുവാക്കൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുന്നതെന്ന് എനിക്കും എഴുതിയറിയിക്കുന്നു. അവർ സ്വയവും അതിൽ ഭാഗവാക്കാവുന്നുണ്ട്. आदमी उन മാന്യനായ ഒരു വ്യക്തിക്കും അതിനെ വീക്ഷിക്കാനും കേൾക്കാനും സാധിക്കാത്ത കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. शामिल होते हैं, വലിയ വലിയ മാന്യ കുടുംബത്തിലെ ആൺകുട്ടികളും പെൺകുട്ടികളും അതിൽ പങ്കാളികളാകൊണ്ട് സ്വന്തം നഗ്നത വെളിപ്പെടുത്തുന്നു. इनसे बचना बहुत जरूरी है। അതിനാൽ ഒരഹമ്മദിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടേണ്ടത് അനിവാര്യമാകുന്നു. मान को तो हुक्म है कि तुम आसन को ഒരു അഹമ്മദി മുസ്ലിമിനുള്ള കൽപ്പന നീ ഉത്തമ സംസാരങ്ങളെ അന്വേഷിക്കുക എന്നതാണ്. जो नेकियों में बढ़ाने वाला है, നന്മയിൽ ताकि अल्लाह ताला കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കുന്ന ഉത്തമ സംസാരങ്ങളെ അന്വേഷിക്കുക. തൽഫലമായി അള്ളാഹുവിന്റെ വിശേഷ ദാസനായി മാറുന്നു. അള്ളാഹുവിന്റെ ശാപം പതിക്കുന്നവരിൽ നിന്നും രക്ഷപ്പെടുന്നതാണ്. बहुत से आसन कॉल हैं, ഏതായാലും अल्लाह ताला ने हमें അള്ളാഹു പറഞ്ഞിട്ടുള്ള ധാരാളം ഉത്തമ വാക്കുകളുണ്ട്. की रास्ते നന്മയുടെ മാർഗം और बताना आसन है, സ്വായത്തമാക്കുകയും बुराई से പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഉത്തമമാകുന്നു. आसन है। തിന്മകളിൽ നിന്ന് തടയുകയും ताला एक मोमिन से അകന്നിരിക്കുകയും ചെയ്യുന്നത് ഉത്തമമാകുന്നു. അള്ളാഹു ഒരു വിശ്വാസിയോട്, ഒരു യഥാർത്ഥ ദാസനോട് പറയുന്നത് होना चाहिए। ഉത്തമമായ വാക്കുകൾ फरमाया ആയിരിക്കണം നിങ്ങളുടേത് എന്നാണ്. वो ഒരിടത്ത് പറയുന്നു, വലിക്കുല്ലി വിജഹത്തുൻ ഹുവ മുവല്ലിഹ ഫസ്തബിക്കുൽ ഖൈറാത്ത്. कि यानी हर एक शख्स का एक मुतमईन नजर होता है, ഓരോരുത്തനും जिसे वो ഓരോ ലക്ഷ്യമുണ്ട്. അതിന്റെ നേർക്ക് नजर ये हो അവൻ മുഴുവനും ശ്രദ്ധയും കേന്ദ്രീകരിക്കുന്നു. നിങ്ങളുടെ ലക്ഷ്യം സൽക്കാര്യങ്ങളിൽ മുന്നേറുന്നതിനായി ശ്രമിക്കുക എന്നതായിരിക്കണം. कॉल നന്മയിൽ മുന്നേറുന്നതിനുള്ള ശ്രമമുണ്ടാകുമ്പോൾ दोनों आसन വാക്കുകളും പ്രവൃത്തിയും ഉത്തമമാകും. मुताबिक होंगे जो खुदा ताला चाहता है। അള്ളാഹുവിന്റെ ഇച്ഛക്കനുഗുണമാകുന്നു. अगर नेकियों में आगे बढ़ने की कोशिश होगी നന്മയിൽ മുന്നേറാൻ ശ്രമിക്കുമ്പോൾ शैतान से നിശ്ചയമായും പിശാചിൽ നിന്നും कोशिश होगी। അവന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമവും ഉണ്ടാകും. ने इस जो मैंने शुरू में तिलावत की थी आयत, ആരംഭത്തിൽ ഞാൻ പാരായണം ചെയ്ത വചനത്തിൽ शैतान അള്ളാഹു പറയുന്നു, वो बैना ഇന്ന ഷൈത്താന യൻസഗു ബൈനഹും, उनके दरमियान यानी इंसानों के दरमियान നിശ്ചയമായും ഷൈത്താൻ മനുഷ്യരുടെ ഇടയിൽ കുഴപ്പം സൃഷ്ടിക്കും. शैतान के भी बहुत से मानी हैं।
ഷെയ്ത്താൻ എന്നതിന് പല അർത്ഥങ്ങളുമുണ്ട്. शैतान वो है जो रहमान അത് നമുക്കറിയാവുന്നതാണ്. കാരുണ്യവാനായ ദൈവത്തിന്റെ കൽപ്പനയ്ക്കെതിരിൽ പ്രവർത്തിക്കുന്നവനാണ് ഷെയ്ത്താൻ. बगावत और नुकसान पहुंचाने അഹങ്കാരം, വിദ്രോഹം, और इस तरफ माइल करने वाले, നഷ്ടം വരുത്തിവെക്കൽ हसद की आग में എന്നിവ ചെയ്യുകയും അതിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നവനാണ് ഷെയ്ത്താൻ. पहुंचाने वाला है, അസൂയയുടെ അഗ്നിലെരിയുന്നവനുമാണ്, നഷ്ടം വരുത്തിവെക്കുന്നവനുമാണ്, ഹൃദയങ്ങളിൽ ദുർബോധനം ചെയ്യുന്നവനുമാണ്. हर वो बात ചുരുക്കത്തിൽ जो आसन है ഞാൻ പറഞ്ഞതുപോലെ और जिसके ഉത്തമമായതിനും हुक्म दिया है, അള്ളാഹുവിനോടും സൃഷ്ടികളോടുമുള്ള കടമകൾ നിർവഹിക്കുന്നതിനായി നൽകപ്പെട്ടിട്ടുള്ള കൽപ്പനകളിൽ നിന്നും शैतान വിരുദ്ധമായ കൽപ്പനയാണ് ഷെയ്ത്താൻ നൽകുന്നത്. नज़गा या नज़गा का मतलब है നസഗ അല്ലെങ്കിൽ അന്നസഗ എന്നതിന്റെ അർത്ഥം പൈശാചിക കാര്യങ്ങൾ या എന്നാകുന്നു. जिनका मकसद लोगों को അല്ലെങ്കിൽ പരസ്പരം भड़काना। പ്രകോപിപ്പിക്കുവാനും കലഹമുണ്ടാക്കുവാനും ഉദ്ദേശിച്ചുകൊണ്ടുള്ള അഭിപ്രായം. बस खुदा ताला फरमाता है कि शैतान അള്ളാഹു പറയുന്നു, इंसान के लिए ഷെയ്ത്താൻ മനുഷ്യന് अदू പ്രത്യക്ഷ ശത്രുവാകുന്നു. खुला खुला दुश्मन है। अगर तुम मेरे बंदे बनकर അഥവാ നിങ്ങൾ എന്റെ ദാസരായിക്കൊണ്ട് को नहीं कहोगे और करोगे എല്ലാ ഉത്തമമായ കാര്യങ്ങളെ പ്രാവർത്തികമാക്കുന്നില്ല എങ്കിൽ तो फिर കാരുണ്യവാനായ അള്ളാഹുവിന്റെ रहमान खुदा की बंदगी से निकलकर ദാസത്വത്തിൽ നിന്നും പുറത്തായിക്കൊണ്ട് ഷെയ്ത്താന്റെ മടിത്തട്ടിൽ വന്നു പതിക്കുന്നതാണ്. पैदा करेगा, ഷെയ്ത്താൻ നിങ്ങളിൽ और भी पैदा करेगा, കളവും സൃഷ്ടിക്കും, बगावत ही पैदा അഹങ്കാരവും സൃഷ്ടിക്കും, വിദ്രോഹവും സംജാതമാക്കും, तरफ भी माइल മറ്റുള്ളവർക്ക് നഷ്ടമുണ്ടാക്കുന്നതിലേക്കും പ്രേരിപ്പിക്കും. दिलों में वसवसे भी पैदा करेगा, ഹൃദയങ്ങളിൽ हसद की ദുർബോധനങ്ങളും ഉണ്ടാക്കും, അസൂയയുടെ അഗ്നിയിൽ എരിക്കുകയും ചെയ്യും. ने फरमाया है നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് അവസാന 2 അധ്യായങ്ങളായ സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസും 3 തവണ പാരായണം ചെയ്ത് സ്വന്തം ശരീരത്തിൽ ഊതുക. और वसवसों പൈശാചിക ചിന്തകളിൽ നിന്നും ദുർബോധനങ്ങളിൽ നിന്നും സുരക്ഷിതരായിരിക്കുന്നതിനായി. और इस तरफ तवज्जो रहे तुम्हारी, पढ़कर ये भी ख्याल അതോടൊപ്പം തന്നെ ഇവയിൽ നിന്നും സുരക്ഷിതനായിരിക്കേണ്ടതാണ് എന്ന ചിന്ത ഉണ്ടാകുന്നതിനും വേണ്ടി कि हमें इनसे महफूज रख, ഞങ്ങളെ ഇതിൽ നിന്നും സുരക്ഷിതരാക്കണേ എന്നുള്ള ദുആയും അള്ളാഹുവിനോടുണ്ടായിരിക്കണം. में बढ़ने ചുരുക്കത്തിൽ ഉത്തമ വാക്കുകളും बचने की हालत നന്മയിലുള്ള മുന്നേറ്റവും ഷെയ്ത്താനിൽ നിന്ന് സുരക്ഷിതമാകുന്നതിനുള്ള അവസ്ഥയും സംജാതമാകുന്നത് അള്ളാഹുവിന്റെ സഹായവും കൂടെ ഉണ്ടായിരിക്കുമ്പോഴാണ്. उससे दुआओं के साथ അള്ളാഹുവിനോട് ദുആയോടുകൂടി उसके സന്മാർഗം തേടിക്കൊണ്ട് काम की तलाश അവന്റെ കൽപ്പനകളെ और शैतान से बचने അന്വേഷിക്കുകയും പിശാചിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമവും ഉണ്ടാകുമ്പോഴാണ്. कि शैतान ഹദരത്ത് മസീഹി മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, करने के लिए ഷെയ്ത്താൻ और उसके മനുഷ്യനെ വഴിയുഴപ്പിക്കുന്നതിനായി, അവന്റെ കർമ്മങ്ങളെ വികലമാക്കുന്നതിനായി यहाँ तक कि वो എപ്പോഴും തക്കം പാർത്തിരിക്കുന്നു. उसको गुमराह നന്മയിലും അവനെ വഴിപിഴപ്പിക്കുവാൻ किसी न किसी किस्म का फसाद അതാഗ്രഹിക്കുന്നു. तदबीरें करता है। ഏതെങ്കിലും തരത്തിലുള്ള കലഹം സംജാതമാക്കാൻ ആസൂത്രണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. कोई शोर നമസ്കരിക്കുമ്പോൾ അവന്റെ മനസ്സിൽ പ്രകടനാത്മതയോ മറ്റെന്തെങ്കിലുമോ വൈകല്യം അതിലുണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു. एक इमामत कराने वाले को भी इस बला അതായത് നമസ്കരിക്കുന്നയാളുടെ മനസ്സിൽ ചിന്തകൾ ഉണർത്തുന്നു. बस ഇമാമായി നിൽക്കുന്നവരെയും ഈ വിപത്തിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അതിനാൽ क्योंकि इसके हम അവന്റെ ആക്രമണത്തിൽ നിന്നും ഒരിക്കലും നിർഭയനായിരിക്കരുത്. കാരണം അവന്റെ ആക്രമണം തെമ്മാടിയിലും ദുർനടപ്പുകാരിലും പ്രത്യക്ഷത്തിലുണ്ടാകുന്നു. അവർ ഇതിന്റെ ഇരകൾ തന്നെയായിരിക്കും. करने से എന്നാൽ नहीं चूकता। ഒരു പരിത്യാഗിയെ ആക്രമിക്കുന്നതിനും അവൻ മുതിരുന്നതാണ്. का पाकर ഏതെങ്കിലും തരത്തിൽ അവസരം പാർത്ത് അവരെ ആക്രമിക്കുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ തണലിൽ കഴിയുന്നവരും तुम से आगाह होते हैं, ഷൈത്താന്റെ അതിസൂക്ഷ്മങ്ങളായ ആക്രമണങ്ങളെ അറിയുന്നവരും അതിൽ നിന്ന് രക്ഷ നേടുന്നതിനായി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ कभी मुब्तला അശുദ്ധരും ബലഹീനരും ഇടയ്ക്കിടയ്ക്ക് ഇതിൽ അകപ്പെടുന്നു. കാപട്യം മുതലായവയിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി തങ്ങളുടെ നന്മകളെ ഗോപ്യമാക്കി വെക്കുകയും सय्यात को ज़ाहिर തിന്മകളെ വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. है, അതായത് ज़ाहिर न करो, നന്മകളെ വെളിപ്പെടുത്തരുത്, തിന്മയെ വെളിപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ये न कहे എത്ര നല്ലവനാണ് എന്നാരും പറയാതിരിക്കാനായി. फरमाया कि वो इस तरह पर समझते हैं कि हम शैतान के हम പറയുന്നു, അതിലൂടെ അവർ കരുതുന്നത് ഞങ്ങൾ ഷെയ്ത്താനിൽ നിന്നും രക്ഷപ്പെടുന്നു എന്നാണ്.
उनके दिल में എന്നാൽ എന്റെ വീക്ഷണത്തിൽ അതും പരിപൂർണമല്ല. गैर न होता അവരുടെ ഹൃദയങ്ങളിലും അന്യരുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ അവരൊരിക്കലും അങ്ങനെ ചെയ്യില്ലായിരുന്നു. उस वक्त काम മനുഷ്യൻ ദൈവിക ജ്ഞാനത്തിലും ദൈവസാമീപ്യ അന്വേഷണത്തിലും പരിപൂർണനാകുന്നത് ഏതെങ്കിലും രൂപത്തിലും ഭാവത്തിലുമുള്ള मुसलाम का होता है। അന്യർ അവരിൽ കുടികൊള്ളാതിരിക്കുമ്പോഴാണ്. ग्रोह ഇത് പ്രവാചകർ അലൈഹി ഇസ്ലാമിന്റെ വിഭാഗമാകുന്നു. ഹൃദയത്തിൽ അന്യരുടെ വ്യക്തിത്വം തികച്ചും അപ്രത്യക്ഷമായിരിക്കുന്ന വിഭാഗമാണിത്. बहरहाल इससे ये भी कोई न समझ ले ഏതായാലും अंबिया പ്രവാചകന്മാർക്ക് की कोशिश की जरूरत ഈ സ്ഥാനം ലഭിക്കുന്നതാണ്. അതിന് പരിശ്രമത്തിന്റെ ആവശ്യമില്ല. അവരെ കൂടാതെ മറ്റാർക്കും ലഭ്യമല്ല എന്നാരും ധരിക്കരുത്. പല അവസരങ്ങളിലും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം സ്വയം പറഞ്ഞിട്ടുള്ളത്, है करने की कोशिश कर നിങ്ങൾ നിങ്ങളുടെ നിലവാരം ഉയർത്തിക്കൊണ്ടുപോവുക बल्कि फरमाया कि എന്നാണ്. പ്രത്യുത वली परस्त न बन നിങ്ങൾ വലിമാരാകുക, വലി പൂജകരാകരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. हमारे सामने പിന്നീട് അള്ളാഹു के നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയെ നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പറയുന്നു, ഇത് നിങ്ങൾക്കായി ഉത്തമ മാതൃകയാകുന്നു. तो शैतान അതിനെ അനുധാവനം ചെയ്യുക. अपनी पर പിശാചിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി കഠിന പരിശ്രമത്തിന്റെ ആവശ്യമുണ്ട്. അതിനായി അള്ളാഹു പറഞ്ഞതുപോലെ हर मामले में ഉത്തമ വാക്കുകൾ അനിവാര്യമാണ്. बात पर പല കാര്യങ്ങളിലും जरूरी है। അള്ളാഹുവിന്റെ കൽപ്പനകളിൽ ദൃഷ്ടി പതിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. सिखाई कि आखिरी दो सूरतें जो പിന്നീട് ദുആയും അള്ളാഹു പഠിപ്പിച്ചു തന്നിരിക്കുന്നു. हैं शैतान के हर किस्म के हमलों വിശുദ്ധ ഖുർആനിലെ അവസാന 2 അധ്യായങ്ങളിൽ പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്നും രക്ഷ നേടുന്നതിനുള്ള ദുആയുണ്ട്. कि वही മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, शैतान नज़गुन फस्तईज़ വ ഇമ്മാ യൻസഗന്നക മിനശ് ശൈത്വാനി നസ്ഗുൻ ഫസ്തഇസ് ബില്ലാഹ് ഇന്നഹു ഹുവസ് സമീഉൽ അലീം. പിശാചിൽ നിന്നുള്ള വല്ല ദുഷ്പ്രേരണയും നിന്നെ ബാധിക്കുന്നതായാൽ ऐसी बातें शैतान पहुंचाए जो आसन ഉത്തമ വാക്കുകൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ अल्लाह ताला की നിന്നിലേക്ക് എത്തിച്ചാൽ अल्लाह ताला की നീ അള്ളാഹുവിനെ അഭയം പ്രാപിച്ചുകൊള്ളുക. बहुत ज्यादा दुआ करो। അള്ളാഹുവിന്റെ അഭയത്തിൽ വരുന്നതിനായി ധാരാളം ദുആ ചെയ്യുക. शैतान रजीम पढ़ो। അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നുരുവിടുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുരുവിടുക. कि सुनने वाला और जानने वाला അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും ആണെന്നത് ഉറപ്പിച്ചു പറയുന്നു. ആരെങ്കിലും സതുദ്ദേശത്തോടുകൂടി ദുആ ചെയ്യുന്നുവെങ്കിൽ यहाँ ये बात നിശ്ചയമായും അവൻ കേൾക്കുന്നതാണ്. कि शैतान की ഇവിടെ ഞാൻ സ്പഷ്ടമാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, में खुद भी जला സ്വയം എരിയുകയും और आदम की इताअत से बाहर ആദമിനെ അനുസരിക്കുന്നതിനെ നിഷേധിച്ചുകൊണ്ട് और फिर इंसानों को പുറത്താവുകയും इस आग में പിന്നീട് മനുഷ്യനെ എരിച്ചു കളയുന്നതാണെന്നും ये बहुत खतरनाक ഷെയ്ത്താൻ ശപഥം ചെയ്ത അസൂയയുടെ അഗ്നി വളരെ അപകടകാരിയാണ്. जो मुआशरे की ഈ അസൂയയുടെ അഗ്നി തന്നെയാണ് സമൂഹത്തിന്റെ അരക്ഷിതാവസ്ഥയ്ക്ക് കാരണം. इससे അതിനാൽ बचने की जरूरत ഓരോ അഹമ്മദിക്കും ഇതിൽ നിന്നും വളരെയധികം രക്ഷപ്പെടേണ്ടതുണ്ട്. വിശേഷിച്ച് बचने के लिए खुदा ताला की ഇതിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി बहुत गिड़गिड़ा कर അള്ളാഹുവിന്റെ സമക്ഷത്തിൽ വളരെ കേണപേക്ഷിച്ചുകൊണ്ട് ദുആ ചെയ്യേണ്ടതാണ്. दो तरह का है। പിശാചിന്റെ ആക്രമണം से 2 രീതിയിലാണുള്ളത്. ताल्लुक को तोड़ने ഒന്ന് അള്ളാഹുമായുള്ള ബന്ധം तोड़वाने के लिए വിച്ഛേദിക്കുവാനും और दूसरा വിച്ഛേദിപ്പിക്കുവാനും ശ്രമിക്കുന്നു. इंसान का जो इंसान से ताल्लुक है മറുഭാഗത്ത് उसे तोड़वाने की कोशिश करता മനുഷ്യന്റെ പരസ്പരമുള്ള ബന്ധത്തെ है। जबकि आसन को വിച്ഛേദിക്കുവാൻ ശ്രമിക്കുന്നു. अल्लाह ताला से ഉത്തമ വാക്കുകൾ मोहब्बत की तरफ भी ले അള്ളാഹുവിനോടുള്ള സ്നേഹത്തിലേക്ക് നയിക്കുന്നു. खुदा ताला की खातिर അവനുവേണ്ടി അള്ളാഹുവിനു വേണ്ടി പരസ്പര മനുഷ്യ സ്നേഹത്തെയും से भी पैदा ജനിപ്പിക്കുന്നു. यानी जैसा कि मैंने पहले कहा हुकूकुल्लाह അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിനോടും സൃഷ്ടികളോടുമുള്ള കടമ ഉത്തമ വാക്കുകൾ മുഖേന മാത്രമേ നിറവേറ്റപ്പെടുകയുള്ളൂ. അതിനാൽ के लिए नफरत നാം മുഴക്കുന്ന എല്ലാവരോടും സ്നേഹം, ആരോടുമില്ല इस नारे से വെറുപ്പ് എന്ന മുദ്രാവാക്യത്തിൽ അന്യരും പ്രഭാവിതരാകുന്നു. में आए तो इसका जिक्र किए बगैर नहीं रह നമ്മുടെ സദസ്സുകളിൽ അവർ വരുമ്പോൾ लेकिन हम ഇത് വെളിപ്പെടുത്താതിരിക്കാൻ അവർക്ക് സാധിക്കില്ല. इसका इजहार ना कर रहे हैं എന്നാൽ നാം പരസ്പരം नारा बेफाक അത് വെളിപ്പെടുത്തുന്നില്ല എങ്കിൽ अल्लाह ताला का ഈ മുദ്രാവാക്യം നിഷ്ഫലമാണ്. और बार बार मैं जमात के सामने पेश റുഹമാ ഉബൈനഹും എന്നതാണ് അള്ളാഹുവിന്റെ കൽപ്പന. ഞാനത് ആവർത്തിച്ചാവർത്തിച്ച് ജമാഅത്തിന് മുന്നിൽ സമർപ്പിക്കാറുണ്ട്. राफत का അതായത് പരസ്പരം കാരുണ്യത്തോടുകൂടി വർത്തിക്കുക, സ്നേഹത്തോടെ പെരുമാറുക. वो ऐसे लोग जो हैं അവരാണ് യഥാർത്ഥ വിശ്വാസികൾ. ये मोमिन की निशानी है
അതാണ് അവരുടെ ലക്ഷണം. बढ़ बढ़ कर तकरीरें करके कि हम വലിയ വലിയ പ്രഭാഷണങ്ങൾ ചെയ്ത് ഇത് ഞങ്ങളുടെ മുദ്രാവാക്യമാണെന്ന് സ്ഥാപിക്കാൻ साबित करने की कोशिश करें कि ये हमारा नारा है। मोहब्बत सब എത്ര ശ്രമിച്ചാലും, फिर ये भी ജമാഅത്തിന്റെ ഐക്യത്തിന് മാതൃകയാണെന്ന് സമർപ്പിച്ചാലും एक मिसाल है। ये जितनी भी हमारी कोशिशें हों, ആ ശ്രമങ്ങളെല്ലാം യഥാർത്ഥത്തിൽ പ്രഭാവിതമാകുന്നത് जब നാം अपने घरों में, നമ്മുടെ ഭവനങ്ങളിലും माहौल में ചുറ്റുപാടുകളിലും ഈ അന്തരീക്ഷം സംജാതമാക്കുമ്പോഴാണ്. रहम का सलूक करना, അതായത് പരസ്പരം एक दूसरे കാരുണ്യത്തോടെ വർത്തിക്കുമ്പോഴാണ്, दरगुजर का सलूक करना, പരസ്പരം ये भी एक ऐसी വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോഴാണ്. बात है अल्लाह ताला ने खास तौर ഇത് അള്ളാഹു പ്രത്യേകമായി ഊന്നൽ നൽകിയിട്ടുള്ള ഒരു നന്മയാകുന്നു. പറയുന്നു, वल यस्फहु कि माफ करो और दरगुजर വൽയാഫു വൽയസ്ഫഹു, മാപ്പു ചെയ്യുകയും വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യുക. ताला ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ അസീമിതമായ കൽപ്പനകളുണ്ട്. कुर्ब दिलाते हैं, അവ അള്ളാഹുവിന്റെ लेकिन സാമീപ്യം നേടിത്തരുന്നു. ये दुनिया ऐसी है എന്നാൽ जहाँ हर कदम पर ഈ ലോകത്ത് शैतान से सामने ഓരോ ചുവടിലും ഷെയ്ത്താനെ അഭിമുഖീകരിക്കേണ്ടി വരും. അവൻ പല അവസരങ്ങളിലും നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും വൈരുദ്ധ്യം സംജാതമാക്കിക്കൊണ്ട് चाहता है। അള്ളാഹു യഥാർത്ഥ വിശ്വാസിക്കും हकीकी मोमिन കാരുണ്യവാന്റെ ദാസർക്കും കൽപ്പന നൽകിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും അകറ്റിക്കളയാൻ ആഗ്രഹിക്കുന്നു. याद रखना चाहिए कि शैतान ചുരുക്കത്തിൽ अपना काम करता रहेगा। ഷെയ്ത്താൻ തന്റെ ജോലി തുടർന്നു കൊണ്ടുപോകുന്നതാണെന്നത് ഓർത്തുകൊള്ളുക. उनकी पैदाइश से ही അവൻ अल्लाह ताला से ये मोहलत ആദമിന്റെ സൃഷ്ടിപ്പ് സമയത്ത് തന്നെ कि मुझे मोहलत दे അള്ളാഹുവിൽ നിന്ന് ഒഴിവ് കരസ്ഥമാക്കിയിരുന്നു. कि जिसके मुतालिक तुम ആരെ സുജൂദ് ചെയ്യാനാണോ നീ കൽപ്പിച്ചത് उसे सीधे रास्ते അവരെ നേർമാർഗത്തിൽ നിന്ന് വഴിപിഴപ്പിക്കുവാനായി पर कह दिया അവധി നൽകുക എന്ന് പറഞ്ഞു. कि अक्सर को मैं അധികം പേരും എന്നെ അനുഗമിക്കുന്ന തരത്തിൽ ഞാൻ അവരെ पीछे चलेंगे വഴിപിഴപ്പിക്കുന്നതാണെന്നും അവൻ പറയുകയുണ്ടായി. और शैतान के അതായത് കാരുണ്യവാനായ അള്ളാഹുവിന്റെ ദാസർ കുറവും ഷെയ്ത്താന്റെ ദാസർ കൂടുതലുമായിരിക്കും. कि जो भी तेरी पैरवी അള്ളാഹു പറഞ്ഞു, उसे मैं जहन्नम में डालूंगा। നിന്നെ അനുഗമിക്കുന്നവരെയെല്ലാം ഞാൻ നരകത്തിലിടുന്നതാണ്. जबकि ഈ കാലഘട്ടത്തിൽ जैसा कि मैंने मिसालें भी दी हैं, ഞാൻ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയതുപോലുള്ള ധാരാളം കാര്യങ്ങൾ नाराजगी की तरफ ले जाती हैं। അള്ളാഹുവിന്റെ ക്രോധത്തിലേക്ക് നയിക്കുന്നു. उनका सही इस्तेमाल बुरा नहीं है, लेकिन इसका അതിന്റെ ശരിയായ ഉപയോഗം തെറ്റല്ല. बुराइयां എന്നാൽ അതിന്റെ തെറ്റായ ഉപയോഗം गलास्तों के फैलाने തിന്മയെ വ്യാപിപ്പിക്കുന്നതിനും മാലിന്യത്തെയും പാപങ്ങളെയും വ്യാപിപ്പിക്കുന്നതിനുമാണ് ഉപകരിക്കുക. लेकिन यही चीजें नेकियों के फैलाने का भी जरिया ഇതേ വസ്തുക്കൾ തന്നെ നന്മയെ പ്രചരിപ്പിക്കുന്നതിനും ഉപകരിക്കുന്നു. मालूमाती और इल्मी बातें बताता है, ടിവിയുടെ കാര്യം തന്നെ എടുക്കാം. लेकिन बेहयाइयां भी അറിവിന്റെയും ജ്ഞാനത്തിന്റെയും കാര്യങ്ങൾ പറയുന്നു. इस जमाने എന്നാൽ അതുമൂലം നിർലജ്ജതയും സർവ്വസാധാരണമാണ്. ഇക്കാലഘട്ടത്തിൽ तो हम अहमदी कर रहे हैं, ये जमात अहमदी कर रही है। ടിവിയെ ഏറ്റവും ഉത്തമമായി ഉപയോഗപ്പെടുത്തുന്നത് നാം അഹമ്മദികളാണ്, അല്ലെങ്കിൽ അഹമ്മദിയ ജമാഅത്താണ്. ജലസയുടെ ദിവസങ്ങളിലും ഞാൻ അതിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചിരുന്നു. ചിലരിൽ അത് സ്വാധീനം ചെലുത്തുകയും ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞത്, മുൻപ് ഞങ്ങൾ MTA കാണാറുണ്ടായിരുന്നില്ല. हमने ഇപ്പോൾ താങ്കൾ പറഞ്ഞപ്പോൾ, ശ്രദ്ധ ക്ഷണിച്ചപ്പോൾ करते हैं ഞങ്ങൾ MTA കാണാൻ തുടങ്ങി. उसको देखा, ആദ്യം മുതൽ എന്തുകൊണ്ട് അത് കണ്ടിരുന്നില്ല, साथ जुड़े അതുമായി ബന്ധപ്പെട്ടിരുന്നില്ല എന്ന് ഖേദിക്കുകയാണിപ്പോൾ. बाजों ने ये इजहार किया कि हफ्ते 10 दिन में ही 8-10 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ इल्मी मया തങ്ങളുടെ ആത്മീയവും വൈജ്ഞാനികവുമായ നിലവാരത്തിൽ പുരോഗതി ഉണ്ടായിരിക്കുന്നുവെന്ന് ചിലർ വെളിപ്പെടുത്തുകയും ചെയ്തു. के बारे में हमें सही पता चला है। बस ജമാഅത്തിനെ സംബന്ധിച്ച് फिर मैं याद ഞങ്ങൾക്ക് ശരിയായ അറിവും ലഭ്യമായി എന്നും പറഞ്ഞു. तो जो करें, അതിനാൽ ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, घरों को അതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുക. फायदा തങ്ങളുടെ ഭവനങ്ങളെ ഈ അനുഗ്രഹത്തിൽ നിന്ന് ഫലമെടുക്കുന്നവരാക്കി മാറ്റുക. हमारे അള്ളാഹു നമ്മുടെ ശിക്ഷണത്തിനായി, നമ്മുടെ വൈജ്ഞാനികവും ആത്മീയവുമായ പുരോഗതിക്കായി നമുക്ക് നൽകിയതാണിത്. अहमदियत पर कायम रहने वाली हूँ നമ്മുടെ തലമുറകൾ അഹമ്മദിയത്തിൽ നിലനിൽക്കുന്നവരായി തീരുന്നതിനു വേണ്ടി. कि अपने आप को അതിനാൽ MTA से जोड़ें। സ്വയം നമ്മെ MTA-യുമായി ബന്ധിപ്പിക്കാൻ നാം ശ്രമിക്കേണ്ടതാണ്. लाइव प्रोग्राम आ रहे हैं, ഇപ്പോൾ ഖുതുബകൾ കൂടാതെ മറ്റ് ധാരാളം തത്സമയ പരിപാടികളും പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. दीनी और അത് ദീനീപരവും ആത്മീയവുമായ പുരോഗതിക്ക് वहाँ इल्मी तरक्की का ही
കാരണമാകുന്നതോടൊപ്പം വൈജ്ഞാനിക പുരോഗതിക്കും കാരണമാകുന്നു. जमात लाखों डॉलर हर साल खर्च करती है ഓരോ വർഷവും ജമാഅത്ത് ലക്ഷക്കണക്കിന് ഡോളർ അതിനായി ചെലവഴിക്കുന്നു. कि जमात के अफराद की तरबियत हो। ജമാഅത്ത് അംഗങ്ങളുടെ ശിക്ഷണത്തിന് വേണ്ടിയാണിത്. इससे भरपूर फायदा नहीं उठाएंगे ജമാഅത്ത് അംഗങ്ങൾ ഇതിനെ പ്രയോജനപ്പെടുത്തുന്നില്ല എങ്കിൽ സ്വയം തന്നെ പിന്തള്ളുകയാണ് ചെയ്യുന്നത്. അന്യർ അതിനെ ധാരാളം പ്രയോജനപ്പെടുത്തുന്നു. आई उन पर वाज़ेह हो रही है ജമാഅത്തിന്റെ സത്യത और अल्लाह അവർക്ക് വെളിപ്പെടുന്നു. और इस्लाम की हकानियत അള്ളാഹുവിന്റെ തൗഹീദിനെയും ഇസ്ലാമിന്റെ യഥാർത്ഥ സത്യത്തെയും കുറിച്ച് അവർക്ക് അറിവ് ലഭിക്കുന്നു. यहाँ के रहने वाले അതിനാൽ ഇവിടെ വസിക്കുന്ന അഹമ്മദികളും अहमदियों को भी और दुनिया के रहने वाले अहमदियों को भी ലോകത്ത് വസിക്കുന്ന അഹമ്മദികളും इस्तेफादा करना चाहिए। MTA പൂർണ്ണമായും പ്രയോജനപ്പെടുത്തേണ്ടതാണ്. ये एक और बरकत भी है। MTAയുടെ മറ്റൊരു അനുഗ്രഹം കൂടിയുണ്ട്. जमात को खिलाफत की बरकत ജമാഅത്തിനെ जोड़ने ഖിലാഫത്തിന്റെ അനുഗ്രഹങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു വലിയ മാധ്യമമാണിത്. इससे फायदा उठाना चाहिए। അതിനാൽ അതിനെ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. अल्लाह ताला ने इंसान को अकल दी അള്ളാഹു तो उसने इस अकल को इस्तेमाल മനുഷ്യർക്ക് ബുദ്ധി നൽകി. अपनी समान ആ ബുദ്ധി ഉപയോഗിച്ച് മനുഷ്യൻ अल्लाह ताला തനിക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കി. അള്ളാഹു പറയുന്നു, इन्ना जालना माल अर्ज़ ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനതൻ ലഹാ अय्युहुम आसनु अमला। ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. यकीन हम अपने जीनत തീർച്ചയായും बनाया है ഭൂതലത്തിലുള്ള എല്ലാ വസ്തുക്കളെയും നാം അതിനെ ഒരു അലങ്കാരമാക്കി വെച്ചിരിക്കുന്നു. ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവർ ആരെന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടി. दीन की हर चीज को ഇവിടെ जीनत करार देकर ഭൂതലത്തിലുള്ള എല്ലാത്തിനെയും അലങ്കാരമായി വിശേഷിപ്പിച്ചുകൊണ്ട് हर नई അതിന്റെ പ്രാധാന്യത്തെ വിവരിച്ചിരിക്കുന്നു. നമ്മുടെ ഓരോ പുതിയ കണ്ടുപിടുത്തങ്ങളെയും उसकी अहमियत बयान फरमाई। അലങ്കാരമെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പ്രാധാന്യം വിവരിക്കുന്നു. इसकी अहमियत अपनी എന്നാൽ പറയുന്നു, എല്ലാ വസ്തുക്കളുടെയും പ്രാധാന്യം അതിന്റെ സ്ഥാനത്താണ്. जब आसन എന്നാൽ അതിനെ സൽപ്രവൃത്തിയുമായി ബന്ധിപ്പിക്കുമ്പോഴാണ് അത് പ്രയോജനപ്പെടുക. इन इजादात അതിനാൽ से फायदा उठाओ നമുക്കുള്ള ഉപദേശം ഇതാണ്: ഈ കണ്ടുപിടുത്തങ്ങളെ പ്രയോജനപ്പെടുത്തുക. എന്നാൽ സൽപ്രവർത്തനങ്ങളായിരിക്കണം ഉദ്ദേശ്യം. इनकी खूबसूरती तभी है അള്ളാഹുവിന്റെ कि अल्लाह ताला തൃപ്തിക്കനുഗുണമായി പ്രവർത്തിക്കുന്നതിലാണ് ഈ കണ്ടുപിടുത്തങ്ങളുടെ മനോഹാരിത. കലഹങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നതിലല്ല. अगर आसन अमल नहीं ये चीजें നല്ല പ്രവർത്തനങ്ങളല്ല എങ്കിൽ जैसे पहले ഇവ मिसालें थी, പരീക്ഷണങ്ങളായി മാറുന്നു. MTA टेलीविजन ही है ഞാൻ നേരത്തെ നൽകിയ ഉദാഹരണങ്ങൾ പോലെ, फायदा भी दे അതായത് TV, और इब्तिला भी बन रहा है। അത് പ്രയോജനവും നൽകുന്നു, പരീക്ഷണവുമാണ്. बहुत से घर ധാരാളം വീടുകൾ से विवाद हो रहे हैं, बच्चे खराब हो रहे हैं ഇന്റർനെറ്റും ചാറ്റിംഗും മുഖേന തകരുന്നു, കുട്ടികൾ വഴിതെറ്റുന്നു. नाम पर കാരണം अल्लाह ताला की സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ की गई चीजों से അള്ളാഹു സൗകര്യപ്പെടുത്തി തന്ന വസ്തുക്കളെ അനുചിതമായി പ്രയോജനപ്പെടുത്തുന്നു. अब के लिए हुक्म है യഥാർത്ഥ ദാസരോടുള്ള കൽപ്പന और आसन अमल को सामने എപ്പോഴും ഉത്തമ വാക്കുകളെയും काम का मकसद ഉത്തമ പ്രവർത്തനങ്ങളെയും ലക്ഷ്യമാക്കുക. ഉദ്ദേശ്യം അള്ളാഹുവിന്റെ തൃപ്തിയായിരിക്കണം എന്നതാണ്. ഏതായാലും വിശുദ്ധ ഖുർആനിൽ हर हुक्म की ധാരാളം കൽപ്പനകളുണ്ട്. എല്ലാ കൽപ്പനകളുടെയും വിശദീകരണം അസാധ്യമാണ്. जिसकी तरफ मैं तवज्जो दिलानी चाहता हूँ। ഒരു കാര്യത്തിലേക്ക് ഞാൻ शुरू में भी मैं ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനെ സംബന്ധിച്ച് ആരംഭത്തിൽ തന്നെ ഞാൻ एक जगह फरमाता ചിലത് है, പറഞ്ഞു വരികയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു ഒരു സ്ഥലത്ത് जो आसन कॉल ഉത്തമ വാക്കുകളെ സംബന്ധിച്ച് പറയുന്നു, अल्लाह ताला को ये बहुत पसंद है। फरमाया कि उमन आसन व कौलुम मिम्मन दआ इलल्लाह है। വമൻ അഹ്സന ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. जो अल्लाह അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും अमल कर ഞാൻ അനുസരണമുള്ളവനിൽപ്പെട്ടവൻ തന്നെയാണെന്ന് പറയുകയും ചെയ്യുന്ന ഒരുവനേക്കാൾ നല്ല വാക്ക് പറയുന്നവനാരുണ്ട്? जो एक ഒരു യഥാർത്ഥ ദാസനിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന സുന്ദരമായ അധ്യാപനമാണിത്. की जा सकती है, की जानी चाहिए।
അങ്ങനെ പ്രതീക്ഷിക്കേണ്ടതുമാണ്. जो आयत मैंने शुरू में तिलावत की थी उसमें भी फरमाया था ഞാൻ ആരംഭത്തിൽ പാരായണം ചെയ്ത വചനത്തിൽ പറഞ്ഞിരുന്നത് യഖൂലു ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും ഉത്തമമായ കാര്യങ്ങൾ പറയുക എന്നതായിരുന്നു. जिनके करने का അള്ളാഹു ചെയ്യാനായി കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും ഉത്തമ കാര്യങ്ങൾ. ये सब अच्छी എന്നാൽ ഈ വചനത്തിൽ പറയുന്നത് इस एक बात പ്രസ്തുത എല്ലാ നല്ല കാര്യങ്ങളും ഈ ഒരു കാര്യത്തിൽ सबसे आसान സമ്മേളിച്ചിരിക്കുന്നു. कि खुदा ताला की तरफ बुलाओ। അതായത് അതിന്റെ എല്ലാം രത്ന ചുരുക്കമാണ് ഈ വചനമെന്നാണ്. അതായത് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ വാക്കുകൾ. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവർക്ക് സ്വയം ആത്മപരിശോധനയും ചെയ്യേണ്ടതുണ്ട്. അതായത് ഏതൊന്നിലേക്കാണോ ക്ഷണിക്കുന്നത് कहा था അതിനെ താൻ എത്രത്തോളം പ്രായോഗികമാക്കുന്നുണ്ട്. ഞാൻ ആരംഭത്തിലും പറഞ്ഞിരുന്നു, അള്ളാഹു പറയുന്നു, നിങ്ങൾ പ്രവർത്തിക്കാത്തത് പറയരുത്, बस जैसा कि मैं तफसील से जिक्र कर आया हूँ കാരണം അത് പാപമാകുന്നു. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നതുപോലെ फेल को एक करना होगा। അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവരുടെ വാക്കുകളും പ്രവൃത്തിയും ഒന്നായിരിക്കേണ്ടതാണ്. अल्लाह ताला की मर्जी के തങ്ങളെ പൂർണ്ണമായും അള്ളാഹുവിന്റെ തൃപ്തിക്ക് അനുഗുണമാക്കി മാറ്റേണ്ടതാണ്. तरीन मिसाल ഇതാണ് ഇസ്ലാമിക അധ്യാപനത്തിന്റെ ഏറ്റവും ഉത്തമമായ बुलाओ മാതൃക. कि इससे बड़ा कॉल അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക, कॉल कोई नहीं। അതിനേക്കാൾ ഉത്തമമായ വാക്കുകൾ മറ്റൊന്നുമില്ല. लेकिन അള്ളാഹു വളരെ ഇഷ്ടപ്പെടുന്ന കാര്യമാണിത്. बुलाने के लिए എന്നാൽ ക്ഷണിക്കുന്നതിനായി जो തങ്ങളുടെ കർമ്മങ്ങളെ സൽക്കർമ്മങ്ങളാക്കി മാറ്റേണ്ടതുണ്ട്. जो खुदा ताला की हिदायत അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുള്ളതും നന്മയെ വ്യാപിപ്പിക്കുന്നതും की जरूरत के കാലാനുസൃതവും സമുദ്ധാരണ ഹേതുവുമായ കർമ്മങ്ങളാണ് സൽക്കർമ്മങ്ങൾ എന്നറിയപ്പെടുന്നത്. अमल साले की एक मिसाल ഇവിടെ देता हूँ जिसका बराए സൽക്കർമ്മത്തിനൊരു ഉദാഹരണം നൽകുകയാണ്. लेकिन वादे करने के लिए ഇതിന് നേരിട്ട് ഇതുമായി ബന്ധമില്ലെങ്കിലും കാര്യത്തെ സ്പഷ്ടമാക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പരാമർശിക്കുന്നത്. कि माफ करना ഉദാഹരണമായി ഞാൻ നേരത്തെ പറഞ്ഞു, नाम लेना മാപ്പ് കൊടുക്കുകയും ये एक नेक काम വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യുക എന്നത് अल्लाह ने फरमाया कि माफ നന്മയാകുന്നു. लेकिन അള്ളാഹു പറയുന്നു, ക്ഷമിക്കുന്ന ശീലമുണ്ടാക്കിയെടുക്കുക. എന്നാൽ या किसी आदि कातिल को മോഷണം പതിവാക്കിയ കള്ളന് മാപ്പ് കൊടുക്കുന്നത് അല്ലെങ്കിൽ കൊല ചെയ്യുന്നത് ശീലമാക്കിയ കൊലയാളിക്ക് മാപ്പ് നൽകുന്നത് ഉത്തമ കാര്യമല്ല, സൽക്കർമ്മവുമല്ല. अमल साले ये होगा സമൂഹത്തെ माशरे को നഷ്ടത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനായി, തിന്മയിൽ നിന്ന് തടയുന്നതിനായി करने के लिए ऐसे शख्स को सजा दी जाए जो बार बार ये गलतियां करता है और जानबूझ ആവർത്തിച്ച് ബോധപൂർവം തെറ്റു ചെയ്യുന്നവരെ ശിക്ഷിക്കുക എന്നതാണ് ഇവിടെ സൽക്കർമ്മം. बहरहाल अल्लाह ताला फरमाता അതുപോലെ ധാരാളം ഉദാഹരണങ്ങളുമുണ്ട്. ഏതായാലും അള്ളാഹു പറയുന്നു, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവരെക്കാൾ ഉത്തമരായി മറ്റാരുമില്ല. ഇത് അള്ളാഹുവിനെ വളരെ ഇഷ്ടപ്പെട്ട കാര്യമാണ്. എന്നാൽ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവർ ഓർക്കേണ്ടത്, याद रखना चाहिए लेकिन दावत अल्लाह करने वाले को അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്നത് മാത്രം दावत अल्लाह काफी नहीं, മതിയാവുന്നതല്ല. हर अमल अमल साले होना चाहिए। മറിച്ച് അവരുടെ ഓരോ കർമ്മവും സൽക്കർമ്മങ്ങളായിരിക്കണം. कि एक तरफ तो एक ഒരു ഭാഗത്ത് कि ഞാൻ അള്ളാഹുവിന്റെ പ്രത്യേക खास बंदा हूँ ദാസനാണ്, कि पैगाम को पहुंचा അതുകൊണ്ട് അള്ളാഹുവിന്റെ സന്ദേശം എത്തിക്കേണ്ടത് എന്റെ ബാധ്യതയാണെന്ന് പറയുകയും, तरफ अपने बीवी बच्चों का എന്നാൽ മറുഭാഗത്ത് തന്റെ ഭാര്യ മക്കളുടെ അവകാശങ്ങൾ നൽകാതിരിക്കുകയോ और बच्चों അല്ലെങ്കിൽ സ്ത്രീകൾ തങ്ങളുടെ വീടിന്റെ മേൽനോട്ടം വഹിക്കാതിരിക്കുകയും കുട്ടികളുടെ ശിക്ഷണത്തിലേക്ക് ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുകയോ जमात हैं അല്ലെങ്കിൽ दूसरे മറ്റേതെങ്കിലും ഇസ്ലാമിക കൽപ്പനയെ പ്രവർത്തിക്കാതിരിക്കുകയുമോ, जिसके സ്ത്രീകളുടെ വസ്ത്രങ്ങൾ ഇസ്ലാം കൽപ്പിക്കുന്ന देता है उसका तो ലജ്ജയ്ക്കും വിശുദ്ധതയ്ക്കും और तबलीग അനുഗുണമല്ലാതിരിക്കുകയോ ചെയ്യുക, ഇത് അസാധ്യമാണ്. तबलीग से कोई इस्लाम कबूल करके അങ്ങനെയുള്ളവരുടെ തബ്ലീഗ് ഫലമായി इनको पढ़ेगा ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് तो कहेगा വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ मुझे तो तुम അവർ പറയും, എന്നെ നിങ്ങൾ തബ്ലീഗ് ചെയ്തു, कुरान तो है आप പക്ഷേ हुक्म देता है। ഖുർആൻ ലജ്ജയെയും മറയെയും കുറിച്ച് കൽപ്പിക്കുന്നു, इसी तरह और बहुत നിങ്ങൾ അതനുസരിച്ചല്ല പ്രവർത്തിച്ചത്. चुगलखोर അതുപോലെ മറ്റ് ധാരാളം തിന്മകളുമുണ്ട്. കളവ്, പരദൂഷണം, उनकी इस കൂടാതെ മറ്റ് ധാരാളം ദുഷ്പ്രവർത്തനങ്ങളുമുണ്ട്. कि कोई तबलीग बहुत अच्छी करता है നന്നായി തബ്ലീഗ് ചെയ്യുന്നതിന്റെ ഫലമായി ഇത്തരത്തിലുള്ള തെറ്റുകൾ പൊറുക്കപ്പെടുന്നതല്ല. അള്ളാഹു പറയുന്നു, साले करने वाला നല്ല वाക്കുകൾ പറയുന്നവർ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരായിരിക്കണം. वाला हो कि मैं ഞാൻ ആജ്ഞാനുസാരിയാണ് എന്ന് പ്രകടിപ്പിക്കുന്നവരായിരിക്കണം. पर समेना व ताना അള്ളാഹുവിന്റെ എല്ലാ കൽപ്പനകളിലും
ഞങ്ങൾ കേട്ടു അനുസരിച്ചു എന്ന മുദ്രാവാക്യം മുഴക്കുന്നവരായിരിക്കണം. निशानी है। ഇതാണ് ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ ലക്ഷണങ്ങൾ. ऑस्ट्रेलिया की जमात അതിനാൽ ഇത് സംബന്ധമായി ഞാൻ ആസ്ട്രേലിയൻ ജമാഅത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നത്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നത് അള്ളാഹുവിന് വളരെ ഇഷ്ടമുള്ള കാര്യമാണെന്ന് ഓർത്തുകൊള്ളുക. എന്നാൽ അതോടൊപ്പം और इस काम को करने के लिए अपने अमल തങ്ങളുടെ കർമ്മങ്ങൾ अल्लाह ताला के അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അനുഗുണമാക്കി മാറ്റേണ്ടതും डालने की जरूरत है। അനിവാര്യമാണ്. वफादारी और इताअत का नमूना പരിപൂർണ അനുസരണത്തിന്റെയും അനുധാവനത്തിന്റെയും മാതൃക പ്രദർശിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. 23 मिलियन के करीब है, लेकिन रकबे के लिहाज से बहुत वसी है। 21 മില്യന് അടുത്ത് ജനവാസമുള്ള ഈ രാജ്യം വിസ്തൃതിയിൽ വളരെ വിശാലമാണ്. आबादी इतनी ज्यादा വൻകരയാണിത്. എന്നാൽ और चंद शहरों ജനവാസം കുറവാണ്. ഏതാനും പട്ടണങ്ങളിൽ പരിമിതമാണ്. का फासला भी बहुत ज्यादा है। ചില പട്ടണങ്ങൾ തമ്മിലുള്ള जलसे पर भी कहा था ദൂരം വളരെ കൂടുതലാണ്. लजना എന്നാൽ ഞാൻ ജൽസയിൽ പറഞ്ഞിരുന്നതുപോലെ ലജ്നയും ഖുദ്ദാമും അൻസാറും तबलीग के काम की तरफ ജമാഅത്തി സംവിധാനവും भरपूर तवज्जो देनी चाहिए। തബ്ലീഗ് പ്രവർത്തനങ്ങളിലേക്ക് हमारा പൂർണ്ണ ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ്. സന്ദേശം എത്തിക്കുക എന്നതാണ് നമ്മുടെ ചുമതല. अल्लाह ताला का काम है। ഫലം വെളിപ്പെടുത്തേണ്ടത് അള്ളാഹുവാണ്. अगर हम अपने काम के साथ अल्लाह ताला से दुआ भी करेंगे, നാം നമ്മുടെ പ്രവർത്തനങ്ങളോടൊപ്പം अल्लाह ताला അള്ളാഹുവിനോട് ദുആയും ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് തആല ഫലങ്ങളും വെളിപ്പെടുന്നതാണ്. कि हम तो जमात को ഞങ്ങൾക്ക് അഹമ്മദിയ ജമാഅത്തിനെ അറിയില്ല എന്നാരും തന്നെ പറയരുത്. इत्तेफाक से मैंने ईद वाले दिन അവിചാരിതമായി പെരുന്നാൾ ദിവസം प्रोग्राम आ रहा था, ഇവിടുത്തെ സ്റ്റുഡിയോയിൽ നിന്നും MTAയിൽ വന്ന പരിപാടി കണ്ടുകൊണ്ടിരുന്നപ്പോൾ नायब अमीर साहब जो है खालिद सैफुल्लाह साहब ये बता रहे थे നമ്മുടെ നായിബ് അമീർ ഖാലിദ് സൈഫുള്ള സാബ് പറഞ്ഞു, 9 में हज़रत मसीह राब 1989 ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് റാബി बहुत बड़ी लग रही ഇവിടെ പെരുന്നാളും ജുമായും നമസ്കരിപ്പിക്കുകയുണ്ടായി. थी, करीब ज्यादा आदमी थे यहाँ। അന്ന് പള്ളി വളരെ വലുതായി തോന്നിയിരുന്നു. കൂടി വന്നാൽ 250 പേരാണ് അന്നിവിടെ ഉണ്ടായിരുന്നത്. 2500 की ഇന്ന് അവരുടെ അഭിപ്രായത്തിൽ उस वक्त तो 2500-നടുത്തുണ്ട്. मेरा भी അപ്പോഴുള്ള എന്റെ പെട്ടെന്നുള്ള പ്രതികരണം ഇങ്ങനെയായിരുന്നു: അൽഹംദുലില്ലാ, शुक्र अदा അംഗസംഖ്യ വർദ്ധിച്ചതിൽ അള്ളാഹുവിനെ നന്ദി പറയുക. आई। लेकिन जब मैंने सोचा तो साथ ही फिक्र भी पैदा हुई പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ कि तकरीबन 24 साल എനിക്ക് ചിന്തയുമുണ്ടായി. ये तादाद भी ज्यादातर ഏകദേശം 24 വർഷങ്ങൾക്ക് ശേഷം ഈ അംഗസംഖ്യയിൽ കൂടുതൽ ഉണ്ടായത് പാകിസ്ഥാനിൽ നിന്നും ഫിജിയിൽ നിന്നും വന്നവരാണ്. और वो भी संभाले नहीं गए। തബ്ലീഗിലൂടെ ഒരുപക്ഷെ 2-4 അഹമ്മദികളും ഉണ്ടായേക്കാം. പക്ഷെ അവരെയും സംരക്ഷിക്കാൻ സാധിച്ചിട്ടില്ല. भी नहीं बनाया गया यहाँ के लोग 24 വർഷം കൊണ്ട് 24 പ്രാദേശിക അഹമ്മദികളെ ഉണ്ടാക്കാൻ പോലും സാധിച്ചിട്ടില്ല. അതായത് ये तादाद വർഷത്തിൽ ഒരു അഹമ്മദി പോലും ഉണ്ടായിട്ടില്ല. ഇവിടെ ഉണ്ടായിട്ടുള്ള അംഗസംഖ്യയുടെ വർധനവിന് കാരണം पाकिस्तान और फिजी की പാകിസ്ഥാനിലെയും की वजह से हुआ। ഫിജിയിലെയും അംഗസംഖ്യ जमात के में കുറഞ്ഞതുകൊണ്ടാണ്. कोशिश से नहीं हुआ। ആസ്ട്രേലിയൻ ജമാഅത്തിന്റെ പരിശ്രമ ഫലമായിട്ടല്ല. आंखें बंद नहीं करनी चाहिए। അതിനാൽ യാഥാർത്ഥ്യത്തിൽ നിന്നും നാം കണ്ണടക്കരുത്. അതിനെ എപ്പോഴും മുന്നിൽ വെക്കേണ്ടതാണ്. कम से कम मेरे लिए तो ये ഇത് ചിന്താർഹമായ കാര്യമാണ്. കുറഞ്ഞപക്ഷം എന്നെ സംബന്ധിച്ച് ഇത് ചിന്താർഹമായ കാര്യം തന്നെയാണ്. लोगों के अलावा यानी അതുപോലെ यहाँ പ്രാദേശികരെ കൂടാതെ, അതായത് മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ കുടിയേറി പാർത്ത് इंडियन जॉब कहलाते हैं ആസ്ട്രേലിയക്കാർ എന്ന് വിളിക്കപ്പെടുന്നവർ കൂടാതെ अलावा मुकामी आबादी जो पहले की है नेटिव ഇവിടെ उनके अलावा भी यहाँ अरब और दूसरी മറ്റ് സമുദായക്കാരും മുൻപ് തന്നെ വാസമുറപ്പിച്ചിട്ടുണ്ട്. बाकायदा प्लान അവരിലും തബ്ലീഗ് ചെയ്യേണ്ടതുണ്ട്. फिर तबलीग की കൃത്യമായി ആസൂത്രണം ചെയ്തതിനു ശേഷം തബ്ലീഗിനായി लोगों में मैंने देखा है ഇറങ്ങേണ്ടതാണ്. कि सुनने का ആസ്ട്രേലിയക്കാരിൽ കാര്യങ്ങൾ ശ്രവിക്കുന്നതിനുള്ള താൽപര്യവും कोशिश करते हैं, ആഗ്രഹവും औकात बनाकर ഉള്ളതായി ഞാൻ കാണുന്നു. करके इन तक पहुंच ബന്ധങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് അവരിലേക്ക് എത്തുകയാണെങ്കിൽ जरूर ऐसे निकलेंगे അവരിൽ നിന്ന് യഥാർത്ഥ ദീനിനെ സ്വീകരിക്കുന്ന जो അല്പം പേരെങ്കിലും തീർച്ചയായും ഉണ്ടാകുന്നതാണ്. कबूल करने वाले होंगे। हर तबके के लोगों तक എല്ലാ വിഭാഗത്തിലുള്ള ആളുകളിലേക്കും भाईचारे का पैगाम पहुंचाना हमारा ഇസ്ലാമിന്റെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം എത്തിക്കേണ്ടത് നമ്മുടെ ചുമതലയാകുന്നു. को तो जानते हैं, ഇവിടെ ഞാൻ കണ്ട ചിലർക്ക് അഹമ്മദികളെ കുറിച്ചറിയാം. എന്നാൽ जिनको इस्लाम അവരിൽ അധികം പേർക്കും पैगाम का
ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശത്തെക്കുറിച്ചുള്ള അറിവില്ലായിരുന്നു. अच्छे अखलाक वाले समझते हैं जिनकी दोस्तियां हैं। അഹമ്മദികളെ ഒരു പ്രസ്ഥാനമായി മനസ്സിലാക്കുന്നു, നല്ല സ്വഭാവക്കാരായി മനസ്സിലാക്കുന്നു, ഇവിടെ സുഹൃത്തുക്കളാണ്. എന്നാൽ ഇസ്ലാമിന്റെ അടിസ്ഥാന സന്ദേശം അവരിലേക്ക് എത്തിയിട്ടില്ല. അതിനാൽ അതിലേക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. एक मुखलिस दोस्त को जलसे पर इनाम दिया गया कि बावजूद വൈകല്യമുള്ള വ്യക്തിയായിരുന്നിട്ട് കൂടി इस्लाम का अमन के 20,000 ഫ്ലൈറ്റ്സ് വിതരണം ചെയ്ത ഒരു ആത്മാർത്ഥ സുഹൃത്തിന് ജലസയിൽ ഉപഹാരം നൽകപ്പെട്ടിരുന്നു. पूरे मुल्क में अब आप कहते हैं कि आप 4,000 മുഴുവൻ രാജ്യത്തും से मेरा ख्याल इससे ज्यादा है। 4,000 അഹമ്മദികൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്റെ അഭിപ്രായത്തിൽ 5,000 ഉണ്ടാകേണ്ടതാണ്. इससे निस्फ लोग ഇനി 5,000ന്റെ കണക്കനുസരിച്ച് തന്നെ फ्लाइट तकसीम അതിന്റെ പകുതി പേർ तो 10 मिलियन 2,000 പേരെങ്കിലും ഫ്ലൈറ്റ്സ് വിതരണം ചെയ്തിരുന്നുവെങ്കിൽ 10 മില്യൺ വിതരണം ചെയ്യാമായിരുന്നു. आधी आबादी जो है ആസ്ട്രേലിയയുടെ പകുതി ജനങ്ങൾക്ക് ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാൻ അതുമൂലം സാധിക്കുമായിരുന്നു. ये सही तस्वीर एक साल में पहुंचाई जा सकती थी। फिर तबलीग के लिए अगला पम्फलेट तैयार होता। ഒരു വർഷത്തിനുള്ളിൽ ശരിയായ ചിത്രം പ്രചരിപ്പിക്കാമായിരുന്നു. പിന്നീട് തബ്ലീഗിനായി മറ്റൊരു പാംഫ്ലെറ്റ് തയ്യാറാക്കാമായിരുന്നു. तो फिर എന്നാൽ അതിന്റെ 4/1 ഭാഗമെങ്കിലും വിതരണം ചെയ്തിരുന്നുവെങ്കിൽ, तो जो पैदा हो जाती है 10 ഭാഗമെങ്കിലും വിതരണം ചെയ്തിരുന്നുവെങ്കിൽ മാധ്യമങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാമായിരുന്നു. പിന്നീട് പത്രങ്ങൾ തന്നെ ഈ സന്ദേശത്തെ ഏറ്റെടുക്കുന്നതാണ്. പല രാഷ്ട്രങ്ങളിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ബാക്കി ജോലികൾ അവർ മുഖേന നടക്കുന്നതാണ്. മാധ്യമങ്ങളോട് നല്ല ശ്രദ്ധയും ബന്ധവും ഉണ്ട്, लेकिन നല്ല തന്നെയാണത്. इसका हकीकी पैगाम पहुंचाने എന്നാൽ होना चाहिए। ഇതിനെ ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശം എത്തിക്കുന്നതിനായി പ്രയോജനപ്പെടുത്തേണ്ടതാണ്. बड़ी उम्र के लोग भी हैं जो आए ഇവിടെ ധാരാളം और मुख्तलिफ मुल्कों में भी आए हुए हैं। उनको भी मैं यही कहता हूँ और यहाँ भी यही कहूंगा, പ്രായമായവരും ഇവിടെ എത്തിയിട്ടുണ്ട്, വിവിധ രാജ്യക്കാരും എത്തിയിട്ടുണ്ട്. नहीं है घर में फारग बैठे हैं, അവരോട് എനിക്ക് പറയാനുള്ളത്, वक्फ करें और पम्फलेट ഇവർക്ക് പണിയൊന്നുമില്ല, വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. ले जाएं। तबलीग തങ്ങളുടെ സമയം സമർപ്പിക്കുക, പാംഫ്ലേറ്റും के आदाद व മറ്റും വിതരണം ചെയ്യുക, ജമാഅത്തിന്റെ സാഹിത്യങ്ങൾ കൊണ്ടുപോയി दिलाने के लिए തബ്ലീഗ് ചെയ്യുക, വിതരണം ചെയ്യുക. ഞാൻ നൽകിയ കണക്കുകൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനായിട്ടാണ് പറഞ്ഞത്. कि छुपाई वगैरह പ്രസിദ്ധീകരണത്തിനുള്ള ചെലവുകളും മറ്റും वो शायद जमात ऑस्ट्रेलिया इस वक्त उनकी मुताबिक ഇപ്പോൾ ആസ്ട്രേലിയക്ക് താങ്ങാൻ കഴിയില്ലായിരിക്കാം എന്നെനിക്കറിയാം. 5-10 പെൻസിലോ लिटरेचर तकसीम छप ഒരു സെന്റിലോ ഒരു ലിറ്ററേച്ചർ പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ इतनी कॉस्ट आती है। അതിന്റെ ചിലവ് तो അത്ര വരുമെങ്കിൽ 10 മില്യന് കുറഞ്ഞത് $5 ലക്ഷം എങ്കിലും വേണ്ടിവരും. लेकिन बहरहाल अगर लाखों എന്നാൽ शाया किए जाएं और ये किए जा सकते ഏതാനും ലക്ഷങ്ങൾ പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ പോലും काम हो सकता ധാരാളം കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അത് സാധ്യവുമാണ്. है। बाकी जैसा कि मैंने ബാക്കി ഞാൻ പറഞ്ഞതുപോലെ है, उससे राब्ते हों तो वही काम करता है। പ്രസ്സുമായുള്ള ബന്ധം नेशन वगैरह का അതേ ജോലി തന്നെയാണ് ചെയ്യുന്നത്. ये भी നിങ്ങൾ രക്തദാനവും മറ്റും लेकिन സംഘടിപ്പിക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. काम के नाम से मंसूब करें എന്നാൽ ഇതിനെ ഇസ്ലാമിന്റെ പേരുമായി ബന്ധിപ്പിക്കുക. दुनिया पर। അപ്പോൾ ഇസ്ലാമിന്റെ സമാധാന സന്ദേശം ലോകത്ത് ബോധ്യമാകുന്നതാണ്. ഇൻഷാ അല്ലാഹ് और इस काम के लिए सबसे बड़ा അപ്പോൾ ഇസ്ലാമിന്റെ സമാധാന സന്ദേശം ലോകത്തിന് ബോധ്യമാകുന്നതാണ്. ഇൻഷാ അല്ലാഹ് പിന്നീട് ശ്രദ്ധയും ഉണ്ടാകുന്നതാണ്. തുടർന്ന് മാർഗങ്ങൾ സ്വയം തുറക്കപ്പെടുന്നതാണ്. ഇതിനായി ഏറ്റവും പ്രധാനമായി അള്ളാഹു പറയുകയാണ്, നിങ്ങളുടെ കർമ്മങ്ങൾ നല്ലതായിരിക്കണം, നന്മയിൽ മുന്നേറുന്നവരായിരിക്കണം, അള്ളാഹുവിന്റെ വിശ്വാസം പൂർണ്ണമായിരിക്കണം, ദുആയിലേക്ക് ശ്രദ്ധയുണ്ടാകണം. അള്ളാഹു നമ്മെ कार्य करने वाले भी हैं, സൽക്കർമ്മങ്ങൾ ചെയ്യുകയും गुजारी बढ़ने वाले നന്മയിൽ മുന്നേറുകയും और उसकी रजा അവന്റെ തൃപ്തിക്ക് അനുഗുണമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദാസരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. पैदा फरमाए इनके। പിന്നീട് അള്ളാഹു അതിന്റെ സൽപരിണാമങ്ങൾ വെളിപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ഇവിടത്തെ അംഗസംഖ്യയിലുള്ള വർധനവ് പ്രാദേശികർ മൂലവുമുണ്ടാകട്ടെ. के बाद അള്ളാഹു അങ്ങനെ തന്നെ ആക്കി തീർക്കുമാറാകട്ടെ. जनाजा गायब भी पढ़ाऊं നമസ്കാരത്തിന് ശേഷം जो मोहतरमा साहबजादी अमतुल ഞാനൊരു ജനാസ ഗായിബ് നമസ്കരിപ്പിക്കുന്നതാണ്. का है, ബഹുമാനപ്പെട്ട സാഹിബ്സാദി അമ്മത്തുൽ മത്തീൻ സാഹിബായുടേതാണ്. बेटी थी അവർ അതിർത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹുവിന്റെ महमूद अहमद പുത്രിയും एहलिया। മീർ മഹ്മൂദ് അഹമ്മദ് നാസിർ സാഹിബിന്റെ പത്നിയുമായിരുന്നു. 12 बजे रब्बा में ഒക്ടോബർ 14 തീയതി രാത്രി ഏകദേശം 12 മണിക്ക് റബോയിലാണ് വഫാത്തായത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ईद वाले दिन इनकी तदफीन हुई थी। आपका ध्यान പെരുന്നാൾ ദിവസമായിരുന്നു ഖബറടക്കം. दिसंबर 1936 को पैदा हुई 1936 ഡിസംബർ 21 അവർ കാദിയാനിൽ ജനിച്ചു. जहाँ कादियान में दारुल मसीह में इनकी पैदाइश हुई। हज़रत अम्मा जान उसकी बसानी കാദിയാനിൽ ദാറുൽ മസീഹിലാണ് ജനനം. ने उस वक्त ഹദർത്ത് അമ്മാജാൻ लिए അതുപോലെ തന്നെ ഖലീഫത്തുൽ മുസാനിയും
അവർക്ക് വേണ്ടി ധാരാളം ദുആ ചെയ്തിട്ടുണ്ട്. सैयदा मरियम सिद्दीका साहिबा की बेटी थी, അവർ ഹദ്രത്ത് സയ്യിദ മറിയം സിദ്ദീഖ സാഹിബയുടെ की बीवी से अहलिया से ഏക മകളായിരുന്നു. एक औलाद थी। और हज़रत डॉक्टर मीर मोहम्मद इस्माइल साहिब रज़ियल्लाहु अन्हु की ഹദ്രത്ത് ഡോക്ടർ മീർ മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ റളിയല്ലാഹുവിന്റെ പേരമകളുമായിരുന്നു. ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ അമ്മാവനായിരുന്നു ഡോക്ടർ മീർ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. ने अपनी बेटी के लिए कुछ ഹദ്രത്ത് മുസ്ലിം മൗദ് जो कलाम महमूद में തന്റെ ഈ മകൾക്കായി ചില കവിതകളും എഴുതിയിരുന്നു. അത് കലാമെ മഹമ്മൂദിൽ അത്ഫൽ അഹമ്മദിലെ തറാന എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിലെ ഒരു വരി പ്രകാരമാണ്, മേരി രാത് ദിൻ ബസ് യഹി ഏക് സദാ ഹെ കെ ഇസ് ആലമെ കോൻ കാ ഏക് ഖുദാ ഹെ. ഏതായാലും ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കളിൽ, പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ, से बड़ा करीबी ताल्लुक था और ഇവർക്ക് അള്ളാഹുവിനോട് അഗാധമായ ബന്ധമാണ് ഉണ്ടായിരുന്നത്. बड़े बड़े के लिहाज से और നമസ്കാരത്തിൽ കൃത്യനിഷ്ഠതയും വളരെ ശ്രദ്ധയോടുകൂടി സൂക്ഷ്മതയോടുകൂടി നമസ്കരിക്കുന്നവരും ദീർഘ നമസ്കാരം അനുഷ്ഠിക്കുന്നവരുമായിരുന്നു. महमूद अहमद साहब नासिर അവർക്ക് भी रहे हैं। ജീവിതം വഖഫ് ചെയ്ത തന്റെ ഭർത്താവായ മീർ മഹമ്മൂദ് അഹമ്മദ് നാസിർ സാഹിബിനോടൊപ്പം സ്പെയിനിലും അമേരിക്കയിലും तो इनके साथ रहने മുബല്ലിഗായി സേവനമനുഷ്ഠിക്കുമ്പോൾ കൂടെ താമസിക്കുന്നതിനുള്ള അവസരം मुबल्लिग की जो ലഭിച്ചിട്ടുണ്ട്. हक होता है वो इन्होंने अदा किया। ഒരു മുബല്ലിഗിന്റെ ഭാര്യയുടെ കടമകൾ പൂർത്തിയാക്കിയിരുന്നു. ये लोग वहीं സ്പെയിനിൽ മസ്ജിദ് ബിഷാറത്ത് നിർമ്മിക്കപ്പെട്ടപ്പോൾ तैयारी के काम और ഇവർ അവിടെയായിരുന്നു. कामों में അതിന്റെ बड़ा काम इन्होंने किया। ഉദ്ഘാടന പരിപാടിയുടെ തയ്യാറെടുപ്പിൽ इंतजाम नहीं था। വളരെ സേവനമനുഷ്ഠിക്കുകയുണ്ടായി. राबे ने भी जिक्र किया അന്ന് പ്രത്യേക സംവിധാനമൊന്നും ഉണ്ടായിരുന്നില്ല. ഹദത്ത് ഖലീഫത്തുൽ മസീഹ് റാബിയും തത്സംബന്ധമായി പരാമർശിച്ചിരുന്നു. कि काम से फारिग होकर सो അദ്ദേഹം പറയുന്നു, രാത്രി 3 മണിക്കാണ് ജോലിയെല്ലാം കഴിഞ്ഞ് ഉറങ്ങിയിരുന്നത്. लंबी देर रातों तक इन्होंने काम किए। ഉറങ്ങാൻ അവസരം നൽകിയെന്നതിൽ സന്തോഷിക്കുകയും ചെയ്യുമായിരുന്നു. वो तकरीब जो അപ്പോൾ ദിനരാത്രങ്ങളോളം പണിയെടുത്തു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മസ്ജിദ് ബിഷാറത്തിന്റെ ഉദ്ഘാടന പരിപാടി വളരെ വിജയകരമായി നടത്തപ്പെട്ടു. बातें थी और അതിഥികൾക്കായും अपनी निगरानी ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹിനു വേണ്ടിയും ഭക്ഷണം സ്വയം തയ്യാറാക്കിയിരുന്നു. नहीं था। अमेरिका में रही हैं, कैलिफोर्निया में, അന്ന് ലങ്കന്റെ സംവിധാനവും ഉണ്ടായിരുന്നില്ല. वहां भी അമേരിക്കയിലെ കാലിഫോർണിയയിൽ നീണ്ടകാലം ഉണ്ടായിരുന്നു. वॉशिंग അന്ന് അവിടെ मशीनें कोई नहीं थी। ജമാഅത്തിന്റെ അവസ്ഥ അത്ര മെച്ചമായിരുന്നില്ല. कि घर के വാഷിംഗ് മെഷീനൊന്നും ഉണ്ടായിരുന്നില്ല. വസ്ത്രങ്ങൾ കഴുകുന്നതിനും മറ്റ് ഗാർഹിക ജോലികൾക്കും മറ്റുമായി घर के काम खुद करने की आदत थी। വേലക്കാരിയെ നൽകിയപ്പോൾ അവർ സ്വീകരിച്ചില്ല. വീട്ടുജോലികൾ സ്വയം ചെയ്യുന്ന ശീലമായിരുന്നു. ലജ്ന മർക്കസിയ പാകിസ്ഥാനിലും ഇവർ വിവിധ പദവികളിൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചിരുന്നു. से बड़ा वफाकत था। ഖിലാഫത്തുമായി വളരെ കൂറുള്ള ബന്ധമായിരുന്നു. मेरी खाला थी, എന്റെ മാതൃ സഹോദരിയുമായിരുന്നു. എന്നാൽ ഖിലാഫത്തിനു ശേഷമുള്ള बहुत बढ़ गया। സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും ആദരവിന്റെയും ബന്ധം വളരെ വർദ്ധിച്ചിരുന്നു. फसल आई हैं लंदन, तो किसी को कहा कि मैं तो बात ആരംഭത്തിൽ ആദ്യമായി ലണ്ടനിൽ ജൽസാനിൽ വന്നപ്പോൾ भी इस साल ആരോടോ പറഞ്ഞത് തുറന്ന് സംസാരിക്കാൻ, അതായത് എന്നോട് തുറന്ന് സംസാരിക്കാൻ സാധിക്കുന്നില്ല എന്നാണ്. ഈ വർഷവും ജലസയിൽ സംബന്ധിച്ചിരുന്നു. രോഗിയായിരുന്നു. എന്നാലും मुलाकात हुई उनसे। ലണ്ടനിൽ ജലസയ്ക്ക് എത്തുകയുണ്ടായി. അവരുമായി കൂടിക്കാഴ്ചയും നടന്നിരുന്നു. इनके 4 बेटे और 1 बेटी हैं। അവർക്ക് 4 ആൺമക്കളും ഒരു പെൺകുട്ടിയുമാണുള്ളത്. बताया, और बेटों में 2 बेटे वाकफी जिंदगी हैं, डॉक्टर गुलाम ഭർത്താവിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. कैसे भी ആൺമക്കളിൽ 2 പേർ വഖഫെ സിന്ദഗിയാണ്. ഡോക്ടർ ഗുലാം അഹമ്മദ് ഫാറൂഖ് സാഹിബ് കമ്പ്യൂട്ടർ സയൻസിൽ അമേരിക്കയിൽ നിന്നും PhD എടുത്തതിനു ശേഷം ഇപ്പോൾ റബോയിൽ സദം ജബൻ അഹമ്മദിയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ വഖഫെ സിന്ദഗി അമേരിക്കയിലായിരുന്നു. തന്റെ ജോലി ഉപേക്ഷിച്ച് ലണ്ടനിലെത്തുകയുണ്ടായി. आए हुए थे। अपनी वालदा की അവിടെ എന്നോടൊപ്പമുണ്ട്. चंद दिन पहले മുഹമ്മദ് അഹമ്മദ് സാഹിബ് ഇവിടെയും വന്നിരുന്നു. മാതാവിന്റെ വഫാത്തിന് ഏതാനും ദിവസം മുമ്പ് റബുവിലേക്ക് പോയിരുന്നു. अल्लाह ताला इनको आइंदा വളരെ ആത്മാർത്ഥതയോടുകൂടി സേവനം ചെയ്യുന്നവരാണ് 2 സഹോദരന്മാരും. मरहूमा के दर्जात അള്ളാഹു ഇവർക്ക് ഭാവിയിലും തൗഫീഖ് നൽകട്ടെ. बेटी हैं जो മർഹൂമയുടെ പദവികൾ ഉയർത്തുമാറാകട്ടെ. അവരുടെ ഒരു മകൾ ഹോളണ്ടിലാണ്, एक बेटा ഒരു മകൻ दुबई में और एक अमेरिका में। अल्लाह ताला से ദുബായിൽ ഡോക്ടറാണ്, लफ्ज़ മറ്റൊരു മകൻ അമേരിക്കയിലും. फरमाए। അള്ളാഹു എല്ലാവർക്കും ജമാഅത്തുമായും ഖിലാഫത്തുമായും ആത്മാർത്ഥ ബന്ധം നിലനിർത്തുന്നതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. महसूस कर रहे हैं अपने आप को, अल्लाह ताला उनको भी മീർ മഹ്മൂദ് അഹമ്മദ് സാഹിബ് ഏകാന്തത അനുഭവിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് തന്റെ അനുഗ്രഹത്താൽ സമാധാനം
പ്രദാനം ചെയ്യുമാറാകട്ടെ. കുറവ് അള്ളാഹുവിന് തന്റെ അനുഗ്രഹത്താൽ മാത്രമേ പൂർത്തീകരിക്കാൻ സാധിക്കുള്ളൂ. ദീർഘകാലം കൂടെ കഴിഞ്ഞവർ വേര് വീഴുമ്പോൾ ഇത്തരം അനുഭവമായിരിക്കും. അള്ളാഹു മർഹൂമയുടെ പദവിയിൽ ഉയർത്തുമാറാകട്ടെ. നമസ്കാരത്തിന് ശേഷം അവരുടെ ജനാസ ഗായിബ് നമസ്കരിക്കുന്നതാണ്. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.